മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി, കഴിഞ്ഞ ക്ലാസ്സിൽ ചൊവ്വയെ കുറിച്ച് ഏകദേശം പഠിച്ചു നിർത്തി, ശരിയല്ലേ? ചൊവ്വ പഠിച്ചത് നോട്ട് തന്നു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി പഠിക്കാനുണ്ട്, അതല്ലേ? അങ്ങനെയല്ലേ? ചൊവ്വ നമ്മൾ പഠിച്ചെഴുതിയത് കുറെ കാര്യങ്ങൾ പഠിച്ചെഴുതി. ചൊവ്വയെ കുറിച്ച് എന്ത് ഇല്ല, ചൊവ്വയിൽ ശകലം കൂടി പറയാനുണ്ട്. പറഞ്ഞിട്ട് മേടം വൃശ്ചികം രാശി വരുന്നു. അപ്പൊ ഇനി പറയേണ്ടത്, ചൊവ്വ മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം വന്നാൽ അത് എല്ലാത്തിനും വരും. ഇപ്പൊ ചൊവ്വയും സൂര്യനും വരും, ചൊവ്വയ്ക്കും വരും, ചന്ദ്രനും വരും, എല്ലാത്തിനും വരും. ചൊവ്വ സൂര്യനുമായി യോഗം ചെയ്താൽ ദ്വിഗ്രഹ യോഗത്തിൽ വരുന്നതാണ്. ഹോരയിൽ 14-ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. അത് എവിടെ കിടപ്പുണ്ട്. ഹോരയിൽ 14-ാമത്തെ ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് ചൊവ്വ സൂര്യനുമായിട്ട് യോഗം ചെയ്യുക, അല്ലെങ്കിൽ സൂര്യനും ചൊവ്വയും പരസ്പരം ദൃഷ്ടി വന്നാലും ആചാര്യന്മാർ പറയാറുണ്ട്, ഇങ്ങനെ പറയാം: ഭൗമേന അകരതം, പാപപ്രവർത്തികളിൽ താല്പര്യം ഉണ്ടാകുമെന്നാണ്. അത്ര നല്ലതല്ല. ചൊവ്വയും സൂര്യനും കൂടി ഒരുമിക്കുന്നത് നല്ലതല്ല. പാപകാര്യങ്ങളിൽ, പാപപ്രവർത്തികളിൽ താല്പര്യം ഉണ്ടാകും. അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ചൊവ്വയും സൂര്യനും കൂടി ഒരുമിച്ചാൽ പാപപ്രവർത്തികളിൽ താല്പര്യമുണ്ടാകും. ഭൗമേനാകരതം എന്ന് പറഞ്ഞാൽ പാപപ്രവർത്തികളിൽ താല്പര്യം. ചൊവ്വയും സൂര്യനും കൂടി ഒരുമിച്ചാൽ പാപപ്രവർത്തികളിൽ താല്പര്യം. ചൊവ്വയും ചന്ദ്രനും കൂടി ഒരുമിച്ചാലോ? കൂടസ്ത്രീ ആസവകുംഭമണ്യമ ശിവം മാതൃസവക്ര ശശി എന്ന് പറഞ്ഞാൽ മദ്യത്തിനോട് താല്പര്യം ഉണ്ടാകും. മദ്യത്തിനോട് താല്പര്യം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന പാപം അനുസരിച്ച് അത് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ നടത്തേണ്ടി വരും. നിൽക്കുന്ന പാപം അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. നിൽക്കുന്ന പാപം അനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2-ൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലം വരും, 10-ൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലം വരും. ഓരോ നിൽക്കുന്ന പാപം അനുസരിച്ച് ഓരോ ഫലങ്ങൾ വരും എന്നാണ് എടുക്കേണ്ടത്. അപ്പൊ സൂര്യനും ചൊവ്വയാകുമ്പോ അങ്ങനെ ഇല്ലേ? അതിനുമുണ്ട്. നിൽക്കുന്ന പാപം അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഒരു മിനിറ്റ്, ഞാനിതാ ശരി. ഭൗമേന അകരതമെന്ന് പഠിച്ചു. ഇപ്പൊ 10-ലാണ് സൂര്യനും ചൊവ്വയും കൂടി വന്നാൽ എന്ത് പറയാം? സൂര്യനും ചൊവ്വയും കൂടി 10 വന്നാൽ ചെയ്യുന്ന പ്രവർത്തികളിൽ ശുദ്ധി ഉണ്ടാകൂല എന്ന് പറയാം. 2-ൽ വന്നു കഴിഞ്ഞാൽ വാക്കിൽ ശുദ്ധി ഉണ്ടാകൂല എന്ന് പറയാം. ഈ സൂര്യനും ചൊവ്വയും കൂടി 10-ൽ വന്നാൽ വേറെ ഒരു പ്രത്യേകത ഉണ്ട്, പറഞ്ഞു നോക്കണം എന്താണെന്ന്. ചൊവ്വയ്ക്കും സൂര്യനും 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ദിഗ്ബലം ഏറ്റവും കൂടുന്നത്. ചൊവ്വയ്ക്കും സൂര്യനും ദിഗ്ബലം കൂടുന്നത് 10-ൽ. അപ്പോഴത് നമ്മൾ കണക്കാക്കി എടുക്കേണ്ടി വരും. അത് നമ്മുടെ ജ്യോത്സ്യര ജോലിയാണ്. ഭൗമേന അകരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപപ്രവൃത്തികളിൽ താല്പര്യം. അത് 2-ൽ നിന്ന് കഴിഞ്ഞാൽ വാക്കിൽ ശുദ്ധി കാണൂല. 10-ൽ നിന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ, പാപപ്രവൃത്തികൾ മോശമായ രീതിയിലൊക്കെ പണം സമ്പാദിക്കുകയും എടുക്കുകയും ചെയ്യും. കർമ്മത്തിൽ ശുദ്ധി കാണൂല എന്ന് പറയേണ്ടി വരും. 7-ലാണ് നിൽക്കുന്നെങ്കിൽ തൻ്റെ കളത്രവുമായിട്ട് അത്ര നേരെ ചൊവ്വ പോകില്ല.
തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ഡീലിങ്സും കാര്യമൊന്നും നന്നായിരിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാം. അത് എല്ലാത്തിനും അങ്ങനെ തന്നെ. ഇനി ചന്ദ്രനും ചൊവ്വയും ചന്ദ്രനും കൂടി ഒരുമിച്ചാൽ മാതാവിന് നല്ലതല്ല. അശിവം അശിവം മാതു എന്നാണ് പറയുന്നത്. മാതാവിന് നല്ലതല്ല. പിന്നെ മദ്യവുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. കൂട സ്ത്രീ ആസവം മദ്യം, കുംഭം അന്യം അശിവം. മദ്യവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ലാണ് നിൽക്കുന്നെങ്കിൽ മദ്യവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ലാണ് നിൽക്കുന്നെങ്കിൽ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ആവാം. 2ൽ നിൽക്കുന്നെങ്കിൽ മദ്യം കഴിക്കുന്ന ആളായിരിക്കും. കാരണം 2ാം ഭാവം കൊണ്ട് നമുക്ക് ഭക്ഷണത്തിനെ പറയാം. ഭക്ഷണത്തിന് ചിന്തിക്കുന്നത് 2ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുക, കുടിക്കുക, ഇതൊക്കെ ചെയ്യുക. ഇങ്ങനെ കണക്കാക്കി പറയേണ്ടി വരും. അപ്പോൾ ചൊവ്വയും ചന്ദ്രനും കൂടി ഒരുമിച്ച് വന്നാൽ മാതാവിന് നല്ലതല്ല. അത് കഴിഞ്ഞിട്ട് മദ്യവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളോ അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെടുകയോ ഒക്കെ ചെയ്യാം. അത് നിൽക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെടുത്തി പറയണം. നിൽക്കുന്ന ഭാവം എന്ന് പറഞ്ഞാൽ ലഗ്നത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാം പറയാം. ലഗ്നം കോമൺ ഭാവമാണ്. ലഗ്നത്തിൽ ചന്ദ്രനും ചൊവ്വയും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് പോയിട്ട് വേറെയും പറയാം. ചന്ദ്രനും ചൊവ്വയും കൂടി ഒരുമിച്ചാൽ രക്തദൂഷ്യം പറയാം. കാരണം ചന്ദ്രനും ചൊവ്വയും ബ്ലഡിന്റെ ആൾക്കാരാണ്. രക്തദൂഷ്യ സംബന്ധമായ കാര്യങ്ങൾ സ്ത്രീകൾക്കാണെങ്കിൽ വേറെ ഒരുപാട് വിഷയങ്ങളൊക്കെ വരും. അത് വളരെ നമ്മൾ ചന്ദ്രനെ പഠിച്ചു. ചന്ദ്രനും ചൊവ്വയും കൂടി ഒരുമിക്കുന്നത് രക്തദൂഷ്യം വരാം. രക്തസംബന്ധമായ അസുഖങ്ങളും ബ്ലഡ് ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരാം. എന്തെങ്കിലും സംശയം വരുന്നുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും പറയണോ? അപ്പോൾ സൂര്യനും ചൊവ്വയും കൂടി ഒരുമിച്ചാൽ പാപപ്രവർത്തികളിൽ താല്പര്യം. 2ലാണ് നിൽക്കുന്നെങ്കിൽ വാക്കിൽ ശുദ്ധി ഉണ്ടാവില്ല. 10ൽ നിൽക്കുന്നെങ്കിൽ കർമ്മം, പാപപ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ചെയ്യുന്ന ജോലിയിൽ വളരെ സിൻസിയർ ആയിരിക്കില്ല. 7ലാണ് നിൽക്കുന്നെങ്കിൽ തൻ്റെ കളത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്ര നല്ല ഡീലിങ്സ് ആയിരിക്കില്ല. ഇതുപോലെ തന്നെ ചന്ദ്രനും ചൊവ്വയും കൂടി ഒരുമിച്ചാൽ രക്തസംബന്ധമായ ദൂഷ്യം വരാം. മാതാവിന് നല്ലതല്ല. രക്തദൂഷ്യമായിട്ടുള്ള അസുഖങ്ങൾ വരാം. മാതാവിന് നല്ലതല്ല. അത് 6ൽ നിന്നാൽ അസുഖമായിട്ട് ബന്ധപ്പെടുത്തണം. 7 നിന്നാൽ കളത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചന്ദ്രനും ചൊവ്വയും കൂടി 7 നിന്നാൽ തീർച്ചയായിട്ടും അത് വേറെ ഒരു കുഴപ്പമാണ്. ശുഭനും പാപനും കൂടി 7 വന്നാൽ 2 മാരേജ് നടക്കുന്നതാണ്. മാരേജ് കാര്യത്തിൽ വിഷമങ്ങൾ വരും. കാരണം ചന്ദ്രൻ ശുഭന്റെ കൂട്ടത്തിൽ വരുന്നതാണ്, ചൊവ്വ പാപനാണ്. അപ്പോൾ ശുഭനും പാപനും കൂടി 7 വന്നു കഴിഞ്ഞാൽ മിശ്രൈ പുനർപൂഭവേദ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള കാര്യങ്ങളിൽ 2 മാരേജ് നടക്കാൻ ചാൻസ് വരും. അത് 10ൽ നിന്ന് കഴിഞ്ഞാൽ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യേണ്ടി വരും. 2ൽ നിന്നാൽ മദ്യത്തിന് അടിമയാകേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറയാം. ഇനി രണ്ടും കൂടെ അഷ്ടമത്തിൽ ഒന്നാടോ സാറേ? അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 2 കൂടി അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ, അഷ്ടമം എന്ന് പറഞ്ഞാൽ ഗുഹ്യഭാഗ സംബന്ധമായ പ്രശ്നം. സ്ത്രീകൾക്കാണെങ്കിൽ പിന്നെ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരും. യൂട്രസ് റിമൂവ് ചെയ്യേണ്ട കുഴപ്പം വരെ വരും. അവിടെ ബ്ലഡ് സംബന്ധമായിട്ട് മാസമുറയിലൊക്കെ തകരാറ് വരും. ഉറപ്പാണ്. സ്ത്രീകൾക്ക് 8ൽ ചൊവ്വയും ചന്ദ്രനും കൂടി നിൽക്കുകയാണെങ്കിൽ മാസമുറയിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ നമുക്ക് എഴുതാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് എഴുതാം. വേറെ ഒന്നും പഠിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഒരുപാട് എഴുതാം. 2ൽ നിന്ന് കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്. ആസവം എന്നൊരു വാക്ക് കൂടി ഇവിടെ പറയുന്നുണ്ട്. ആസവം എന്ന് വെച്ചാൽ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. ഇനി ചൊവ്വ ബുധനുമായിട്ട് ബന്ധപ്പെടുന്നത് നല്ലതാണ്. ചൊവ്വ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൗഭാഗ്യ, സജ്ഞ, പ്രസൃതവാക്യം, ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട. ചൊവ്വ ബുധനുമായിട്ട് ബന്ധപ്പെട്ടാൽ മൂലാദി സ്നേഹക്കൂടെ വ്യവരതിവണി ബാഹ്യോദ്ദാസ സൗമ്യേ, കിഴങ്ങ്, മരുന്ന് വർഗങ്ങൾ, എണ്ണ എന്നിവ കാച്ചി വിൽക്കുക എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കിഴങ്ങ് വർഗങ്ങള്, മരുന്ന് വർഗങ്ങള്, എണ്ണ, നെയ്യ് ഇവ കാച്ചി വിൽക്കുക എന്ന് പറഞ്ഞാൽ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട, ഇന്നത്തെ കാലത്ത് ആയുർവേദമായിട്ടുള്ള ബന്ധം പറയാം. ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. മൂലാദി
എന്ന് വെച്ചാൽ മൂലങ്ങൾ എന്ന് വെച്ചാൽ മരുന്ന്, കിഴങ്ങ് വർഗം. സ്നേഹ, സ്നേഹം എന്ന് വെച്ചാൽ എണ്ണ, നെയ്യ്. കൂടയർ എന്ന് വെച്ചാൽ അസത്യം എന്നുള്ളതാണ്. വ്യവകരതി വണി, ഇതൊക്കെ കച്ചവടം ചെയ്യുക. ബാഹ് യോദ്ധ, മല്ല യുദ്ധത്തിൽ താല്പര്യം ഉണ്ടാവും. മല്ലയുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലയുദ്ധത്തിനൊക്കെ ഇന്നത്തെ കാലത്ത് ചൊവ്വയും ചന്ദ്രൻ ബുധനും ചൊവ്വയും കൂടി ഒരുമിച്ച് കൂടിയ മല്ലയുദ്ധത്തിനൊക്കെ ആര് പോകുന്നത്? അതല്ല. അതും മല്ലയുദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല കായിക ശേഷിയുള്ളവരായിരിക്കും എന്നാണ് അർത്ഥം. കായിക ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ എഡ്യൂക്കേഷനായിട്ടുള്ള ബന്ധം ഉണ്ടാവാം, സ്പോർട്സ് ഗെയിംസിൽ താല്പര്യം ഉണ്ടാകാം, കരാട്ട പോലുള്ള കാര്യങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകും. കളരി, കരാട്ടെ, മാർഷൽ ആർട്സ്. ചൊവ്വ പാവപ്രവർത്തി ഇവിടെ ആയതുകൊണ്ട് ചിലപ്പോ ഗുണ്ടകളാവാനും മതി അല്ലേ? അതും മതി, അങ്ങനെ വരാം. ഒരു കാര്യം, ചൊവ്വയും ബുധനും കൂടി ഒരുമിച്ച് ലഗ്നത്തിലോ ഏഴിലോ ഒക്കെ നിന്നാൽ ആള് നല്ല സൈസ് ആവാൻ ചാൻസ് ഉണ്ട്. നല്ല നല്ല ഏബിൾ ബോഡീഡ് ആകാൻ ചാൻസ് വരും. അവിടെ വരുന്നത് ബാഹ് യോദ്ധ എന്ന് പറയുന്നുണ്ട്. ബാഹ് യോദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കായിക ബലമുള്ള ആളാകാം. പിന്നെ ഒരു കാര്യം, ചൊവ്വ മെഷീനറിയുടെ ആളാണ്, ബുധൻ കാൽക്കുലേഷൻ്റെ ആള്, എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം ഉണ്ടാവും. രണ്ടില് 10ലൊക്കെ നിന്നാൽ എഞ്ചിനീയറിംഗ് വിഷയമായിട്ട് ബന്ധമുണ്ടാവും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയാം, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പറയാം. ഇതിലൊക്കെ ബന്ധങ്ങൾ ഇങ്ങനെ ഒരുപാട്, ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇതിന് വകഭേദങ്ങളുണ്ട്. ചൊവ്വ മെഷീനറിയുടെ ആളാണ്, ബുധൻ കാൽക്കുലേഷൻ്റെ ആളാണ്. മെഷീനറിയും കാൽക്കുലേഷനും കൂടി ആകുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇതുമായിട്ടൊക്കെ ബന്ധമൊക്കെ വരാം. മൂലാദി സ്നേഹ കൂടയർ വ്യവകരതി വണിക് ബാഹയോദ്ധാസ സൗമ്യൻ ബുധൻ ചൊവ്വയുമായി ബന്ധപ്പെട്ട മരുന്ന്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, എണ്ണ, നെയ്യ് എന്നിവ കാച്ചി വിൽക്കുക. അതായത് വൈദ്യരാവുകയോ ആയുർവേദമായിട്ട് ബന്ധമോ വരാം. പിന്നെ ബാഹ് യോദ്ധ, നല്ല കായിക ശേഷിയുള്ളവരായിരിക്കും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കളരി, കരാട്ടെ തുടങ്ങിയ മാർഷൽ ആർട്സുമായിട്ടുള്ള ബന്ധം ഉണ്ടാകും. ഇതെല്ലാം പറയാം. ഇതൊക്കെ ഇങ്ങനെ സൈസ് കണ്ടതുപോലെ എടുക്കണം. ഇനി ചൊവ്വ വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു അധ്യക്ഷ സ്ഥാനം ഉണ്ടാവും. നല്ലൊരു സ്ഥാനം, സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാവും. നരപതി പ്രാപ്ത വിത്തോ, നരപതി രാജകാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാവും, സർക്കാർ കാര്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവും. സർക്കാർ കാര്യങ്ങൾ, ബ്രാഹ്മണരുമായിട്ടുള്ള ബന്ധം, സർക്കാർ കാര്യമായിട്ടുള്ള ബന്ധം. പിന്നെ അത് കഴിഞ്ഞ് സഭയിലെ, സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം, ഒരു അധ്യക്ഷ സ്ഥാനമൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ വരും. പുരി അധ്യക്ഷ, പുരി എന്ന് വെച്ചാൽ രാജകാര്യം എന്ന് വെച്ചാൽ പുരി അധ്യക്ഷ. ഇവിടെ രാജകാര്യം എന്നുള്ളതിലുപരി സമൂഹത്തിൽ നല്ല ഒരു അധ്യക്ഷ സ്ഥാനം കിട്ടാനിടവരും. പിന്നെ രാജാവിനാൽ പൂജിക്കപ്പെടുക എന്ന് വെച്ചാൽ രാജകാര്യങ്ങളിൽ താല്പര്യം, സമൂഹത്തിൽ നല്ല അധ്യക്ഷ സ്ഥാനം, ബ്രാഹ്മണര്, ക്ഷത്രിയർ പോലുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഉണ്ടാകും. ഇനി ശുക്രനുമായിട്ട് ബന്ധപ്പെടുന്നത് നല്ലതല്ല. അത് നമുക്കറിയാം. പരയുവതിരഥ ദ്യൂതകൃത്, ചൂതുകളിയിൽ താല്പര്യം, പണം വച്ചിട്ടുള്ള കളികളിൽ താല്പര്യം ഉണ്ടാവും. സ്ത്രീ വിഷയങ്ങളിൽ ചെന്ന് ചാടും. സ്ത്രീയാണെങ്കിൽ പരപുരുഷനിൽ താല്പര്യം, പുരുഷനാണെങ്കിൽ പരസ്ത്രീകളിൽ താല്പര്യം. അത് വളരെ സൂക്ഷിക്കണം. ചൊവ്വയും ശുക്രനും കൂടി കൂട്ടുകൂടുന്നത് നല്ലതല്ല, കള്ളന്മാരാണ് രണ്ടും. ഗോപോ മല്ലോ അത എന്ന് വെച്ചാൽ അതും മല്ലയുദ്ധത്തിലെ സമർത്ഥനാണെന്നർത്ഥം. ഗോപോ മല്ലോ അതെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞതുപോലെ തന്നെ അതിലുപരി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിഷയം ചൂതുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പണം വച്ചിട്ടുള്ള കളികൾ. 10 നിന്നാൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നവനായിരുന്നാലും മതി, ബ്ലൈഡിന് പൈസ കൊടുക്കുന്നവനായിരുന്നാലും മതി. അതൊക്കെ ഇതിനകത്ത് വരാം. പരയുവതിരതോ, മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ പരപുരുഷനുമായിട്ടുള്ള ബന്ധം. ഇനി ശനിയുമായിട്ടുള്ള ബന്ധം വന്നു കഴിഞ്ഞാൽ, ചൊവ്വ ശനിയുമായിട്ട് ബന്ധം വരുന്നത് ഭയങ്കരമായ അസത്യസന്ധ, കള്ളത്തിന്റെ ലക്ഷണം ഉണ്ടാവും. പിന്നെ നിന്ദിതമായ പ്രവൃത്തി. ഇത് ചൊവ്വ ശനിയുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ എല്ലാ പേരാലും നിന്ദിക്കപ്പെടാൻ ചാൻസ് വരും. കിട്ടേണ്ട ബഹുമാനം അദ്ദേഹത്തിന് കിട്ടൂല. അങ്ങനെ വരും. ലഗ്നമായിട്ടൊക്കെ ബന്ധം വന്നു കഴിഞ്ഞാൽ നിന്ദിക്കപ്പെടുക,
നിന്ദിതമായ പ്രവർത്തികൾ, മറ്റവരിൽ നിന്ന് നിന്ദിതമായ പ്രവർത്തികൾ അനുഭവിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 നിൽക്കുകയാണ്, നമുക്ക് ഒരു തൊഴിൽ സ്ഥാനത്ത് കിട്ടേണ്ട സ്ഥാനം നമുക്ക് കിട്ടൂല. അങ്ങനെയുള്ള കംപ്ലൈന്റ് ഒക്കെ ദുഃഖത്തിന്റെ ലക്ഷണം വരും. സത്യസന്ധത ഇല്ലായിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇവർ സത്യസന്ധതായിട്ട് ഇടപെടില്ല. 2 നിന്നാൽ കള്ളത്തിന്റെ ലക്ഷണം ഉണ്ടാവും, വാക്കിൽ കള്ളം ഉണ്ടാവും. 10 നിന്നാൽ പ്രവൃത്തിയിൽ കള്ളം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വരുന്ന എന്ത് പറയാം, കിട്ടേണ്ട അംഗീകാരം കിട്ടിയില്ല എന്നൊരു തോന്നലും ഉണ്ടാകാം. 1 മിനിറ്റ്, ചെറിയൊരു അത്യാവശ്യം. ഹലോ ഹലോ നമസ്തേ സാർ, നമസ്തേ. വീട്ടിന്റെ മുന്നിൽ ഒരു പാമ്പും കുട്ടി വന്നു. അതിന് എന്തായി നോക്കാനാണ് അങ്ങോട്ട് ഇറങ്ങിയത്. ചെറിയ അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന് കയറിയത്. അത് നോക്കാൻ വേണ്ടി പോയതാണ്. ഒന്നെന്ന് പറയാം, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോളൂ. അത് പോയെന്ന് തോന്നുന്നു, കണ്ടില്ല. ശരി, ഒന്നെന്ന് പറയാം. ചൊവ്വ ചന്ദ്രനും സൂര്യനുമായിട്ട് യോജിക്കുക, അല്ലെങ്കിൽ സൂര്യനും ചൊവ്വയും പരസ്പരം ദൃഷ്ടി വരിക. ഇങ്ങനെയൊക്കെ വന്നാൽ പൗമേന അകരതം, പാപപ്രവൃത്തികളിൽ താല്പര്യം. അത് 2 വന്നാൽ വാക്ക് ശുദ്ധി ഉണ്ടാവില്ല. 5 വന്നു കഴിഞ്ഞാൽ മനഃശുദ്ധി ഉണ്ടാവില്ല എന്ന് പറയാം. 7 വന്നാൽ തൻ്റെ കളത്രവുമായിട്ടുള്ള കാര്യങ്ങളുടെ ഡീലിങ്സിൽ നല്ല പ്രവൃത്തികൾ ഉണ്ടാവില്ല. 10 വന്നാൽ തൻ്റെ കർമ്മത്തിൽ ശുദ്ധി ഉണ്ടാവില്ല, കള്ളത്തരവും പാപപ്രവൃത്തിയും ഉണ്ടാവും. ഇങ്ങനെ സൗകര്യം പോലെ പറയേണ്ടത് നമ്മളെ കഴിവ്. അത് നമ്മൾ സൗകര്യം പോലെ പറയണം. ഇനി ചൊവ്വ ചന്ദ്രനുമായിട്ട് യോജിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അത് നിൽക്കുന്ന പാവര് ഒരുപാട് പറയാൻ കഴിയും. ആസവം മദ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകും. മാതാവിന് സുഖ അനുഭവം ഉണ്ടാവുകയില്ല. മദ്യവുമായിട്ട് ബന്ധപ്പെട്ട വെച്ചാൽ 2 നിന്നാൽ 2 നമ്മളെ ഭക്ഷണത്തിന്റെ സ്ഥാനമാണ്. ഭക്ഷണം, അപ്പോൾ മദ്യം കഴിക്കാനുള്ള ഇടവരും. 10 നിന്നാൽ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തൊഴിലുകൾ കിട്ടാനുള്ള ഇടവരും. 7 നിൽക്കുകയാണെങ്കിൽ അത് നല്ലതല്ല. 7 നിന്ന് കഴിഞ്ഞാൽ മദ്യവുമായിട്ടുള്ള ബന്ധം വരാം. അത് കഴിഞ്ഞിട്ട് മാരേജ്, 2 മാരേജൊക്കെ നടക്കാൻ ചാൻസ് വരും. ഒരു മാരേജ് സ്ലിപ്പായി, രണ്ടാമതൊരു മാരേജ്. അതെന്തെന്ന് ചോദിച്ചാൽ ശുഭനും പാപനും കൂടി 7 നിന്നാൽ മിശ്രൈ പുനർഭൂഭവേദ. അത് നമ്മൾ പൊരുത്ത വിഷയത്തിലൊക്കെയാണ് അത് വരേണ്ടത്. പൊരുത്ത വിഷയത്തിൽ വരുന്ന കാര്യമാണ്. മിശ്രൈ പുനർഭൂഭവേദം പറയും. അങ്ങനെയൊക്കെ വരും. ഇനി ചൊവ്വ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല കായിക ശേഷിയുള്ളവരായിരിക്കും. മല്ലയുദ്ധം, കരാട്ടെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കളരി തുടങ്ങിയതിലുള്ള പ്രാവീണ്യം ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള എന്തോന്ന് ഇങ്ങനെയുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടതുണ്ടാകാം. പിന്നെ ആള് വന്നിട്ട് കുറച്ച് സൈസ് ഉണ്ടാവാൻ ചെയ്യേണ്ട ഒരു നല്ല കായിക ശേഷിയുള്ള ഒരു രൂപമായിരിക്കും. ഇതെല്ലാം പറയാം. ഇതും അതുപോലെ പാവങ്ങളുമായി ബന്ധപ്പെടുത്തി പറയണം. ഇനി വ്യാഴവും ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രാജകാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകും. രാജകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യം വരും. പിന്നെ അധ്യക്ഷ സ്ഥാനം, നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു അധ്യക്ഷ സ്ഥാനമൊക്കെ കിട്ടാനിട വരും. പിന്നെ ബ്രാഹ്മണര് ക്ഷത്രിയരുമായിട്ടുള്ള, അതൊന്നും പറയണ്ട, അതിനേക്കാളും നല്ല ഇത് തന്നെ. അതൊക്കെ ഒരു പഴയ അപ്രോച്ചാണ്. ഇന്നത്തെ കാലത്ത് അതിനൊന്നും ചാൻസ് ഇല്ല. ഒന്ന്, രാജകാര്യങ്ങളിൽ താല്പര്യം വരും. അത് കഴിഞ്ഞ് സമൂഹത്തിൽ നല്ല ഒരു അംഗീകാരം, ഒരു അധ്യക്ഷ സ്ഥാനം കിട്ടും. ഇനി ശുക്രനുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ പരയുവതിരതോ, പരപുരുഷനുമായിട്ടോ അല്ലെങ്കിൽ പര സ്ത്രീകളുമായിട്ടുള്ള ബന്ധം വരും. സാമ്പത്തിക തിരിമറികളും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരാം. ഇനി ചൊവ്വ ശനിയുമായി ബന്ധപ്പെട്ടാൽ സത്യസന്ധതയില്ല, കള്ളത്തരത്തിന്റെ ലക്ഷണം ഉണ്ടാകും, ദുഃഖത്തിന്റെ ലക്ഷണം ഉണ്ടാകും. നമ്മളെ അംഗീകരിക്കുന്നില്ല, അംഗീകാരം കിട്ടാത്ത ഒരവസ്ഥ വരും. ഇത്രയാണ് പറഞ്ഞു. ഒന്ന് എഴുതിക്കൊള്ളാം. ദ്വിഗ്രഹ യോഗം,
ദ്വിഗ്രഹയോഗം. 1. ചൊവ്വയും സൂര്യനും യോഗം ചെയ്താൽ. ചൊവ്വയും സൂര്യനും യോഗം ചെയ്താൽ പാപപ്രവർത്തികളിൽ താല്പര്യമുണ്ടാകും. പാപപ്രവർത്തികളിൽ താല്പര്യമുണ്ടാകും. ഇത് 2-ൽ നിന്നാൽ വാക്കിൽ ശുദ്ധി ഉണ്ടാവുകയില്ല. 7-ൽ നിന്നാൽ തൻ്റെ കളത്രത്തോട് സത്യസന്ധത ഉണ്ടാവുകയില്ല. 7-ൽ നിന്നാൽ തൻ്റെ കളത്രത്തോട് സത്യസന്ധത ഉണ്ടാവുകയില്ല. പത്തിൽ നിന്നാൽ കർമ്മരംഗം ശുദ്ധമാവുകയില്ല. കർമ്മരംഗം ശുദ്ധമാവുകയില്ല. പറയുന്ന കേൾക്കാമല്ലോ? കേൾക്കാം. അടുത്ത 2. ചൊവ്വ ചന്ദ്രനുമായി യോഗം ചെയ്താൽ മാതാവിന് നല്ലതല്ല. മദ്യവുമായി ഉള്ള ബന്ധമുണ്ടാകും. മദ്യവുമായുള്ള ബന്ധമുണ്ടാകും. ഇത് 2-ലായാൽ മദ്യം കഴിക്കാനിടവരികയും ഇത് 2-ലായാൽ മദ്യം കഴിക്കാനിടവരികയും 10-ലായാൽ മദ്യവുമായി ബന്ധപ്പെട്ട തൊഴിലിനും സാധ്യത വരും. 10-ലായാൽ മദ്യവുമായി ബന്ധപ്പെട്ട തൊഴിലിനും സാധ്യത വരും. സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രക്തദൂഷ്യവും ഉണ്ടാകാൻ വഴിയുണ്ട്. രക്തദൂഷ്യവും ഉണ്ടാകാൻ വഴിയുണ്ട്. അടുത്ത 3. ചൊവ്വ ബുധനുമായി യോഗം ചെയ്താൽ. ചൊവ്വ ബുധനുമായി യോഗം ചെയ്താൽ ചൊവ്വ ബുധനുമായി യോഗം ചെയ്താൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, മരുന്ന് വർഗ്ഗങ്ങൾ, എണ്ണ, നെയ്യ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, മരുന്ന് വർഗ്ഗങ്ങൾ, എണ്ണ, നെയ്യ്, തുടങ്ങിയവ കാച്ചി വിൽക്കുക. തുടങ്ങിയവ കാച്ചി വിൽക്കുക. അതായത് വൈദ്യനാകാം. ഈ വൈദ്യനാകാം. ചൊവ്വയുടെയും ബുധന്റെയും ബലമനുസരിച്ച്
ആയുർവേദ ഡോക്ടർ ആകാം. ചൊവ്വയുടെയും ബുധന്റെയും ബലമനുസരിച്ച് ആയുർവേദ ഡോക്ടറാകാൻ സാധ്യതയുണ്ട്. നല്ലൊരു യോദ്ധാവാകാനോ നല്ലൊരു യോദ്ധാവ് ആകാനോ കളരി, കരാട്ടെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മിലിട്ടറി പോലീസിലെ ജോലികൾ എന്നിവയുമായുള്ള ബന്ധവും ഉണ്ടാകാം. അടുത്ത 4, വ്യാഴവും ചൊവ്വയും യോജിച്ചാൽ സമൂഹത്തിൽ അധ്യക്ഷ സ്ഥാനം ലഭിക്കാനിടവരും. രാജാവിനാൽ പൂജിക്കപ്പെടും. ഇത്രയും തന്നെ. അടുത്ത 1, 2, 3, 4, 5. ചൊവ്വ ശുക്രനുമായി യോജിച്ചാൽ പരപുരുഷ ബന്ധം അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം ഉണ്ടാകും. പരപുരുഷ ബന്ധം അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം ഉണ്ടാകും. ചൂതുകളിയിൽ താല്പര്യം അല്ലെങ്കിൽ പണപരമായ തിരിമറികൾ നടത്താനും ഇടവരാം. ചൂതുകളിയിൽ താല്പര്യം അല്ലെങ്കിൽ പണപരമായ തിരിമറികളിൽ ഇടപെടലുണ്ടാകും. ഇനി അടുത്ത 6, ചൊവ്വ ശനിയുമായി യോഗം ചെയ്താൽ ദുഃഖസൂചനയും കള്ളത്തരത്തിന്റെ ലക്ഷണവും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് ചൊവ്വയുടെ 2 രാശികൾ, ആദ്യം മേടം, അടുത്ത വൃശ്ചികം, നന്നായിട്ട് പഠിക്കണം. അത് വളരെ വിശേഷമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെ രാശിശീലം ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യവും അതിൽ നിന്ന് തന്നെ പറയാം. എങ്ങനെയൊക്കെ അത് അവതരിപ്പിക്കണമെന്നുള്ള അറിഞ്ഞിരുന്നാൽ വളരെ നന്നായിരിക്കും. ഇപ്പൊ മേടം തുടങ്ങാമോ?
ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ അതെ, സാർ? പറയണം ഈ പറയണം. വിവാഹം പൊരുത്തമൊക്കെ നോക്കുമ്പോൾ ചൊവ്വാദോഷം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുമല്ലോ പല ജാതകങ്ങളും ഒക്കെ. ഉം. അപ്പൊ ഈ വരണത് കൊണ്ട് മാത്രമാണ് അത് ഈ പറഞ്ഞ ഫലങ്ങൾ ഉള്ളത് കൊണ്ടാണോ സാറേ? ചൊവ്വയെ കൊണ്ട് അങ്ങനെ ഒരു ദോഷമൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറഞ്ഞിളക്കുന്നതാണ്. അത് ഓരോ കാലഘട്ടവും ഓരോന്നുണ്ട്. നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉത്തരത്തിൽ കാലെന്ന് പറയും. എന്തോന്ന് കാലോ കയ്യോ നോക്കട്ടെ, ഉത്തരത്തിൽ കാല്. അത് കഴിഞ്ഞ് ഒരു കാലഘട്ടം വന്നപ്പം വെള്ളി പൂരാടം. ഇപ്പൊ അതെ, അത് ഇപ്പൊ ചൊവ്വാദോഷം. കല്യാണങ്ങൾ നടക്കാതെ പോവുകയാണ് സാറേ. കല്യാണം നടക്കാതെ പോകുന്നത് ജ്യോത്സ്യര് മഹാപാപിയായതുകൊണ്ട്. അത്ര തന്നെ. പാപി ചൊവ്വയല്ല പാപി, ജ്യോത്സ്യര് അല്ല, വേറെ ഒന്നുമല്ല. ചൊവ്വയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ചുമ്മാ ആവശ്യമില്ലാതെ പറഞ്ഞിളക്കുന്നത്. അത് പൊരുത്തത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ ക്ലിയറാ മനസ്സിലാക്കാം. പൊരുത്തത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കണം, എല്ലാവരും ഇരിക്കണം. അത് പഠിക്കേണ്ട ഒരു ക്ലാസ്സാണ്. അത് നേരെ പഠിച്ചു പോകണം. നേരെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. ചൊവ്വയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ചൊവ്വ ഒരു ജാതക പാരിജാതം എന്നൊരു ബുക്കിൽ 5ാമത്തെ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയാണ്. ജാതക പാരിജാതത്തിൽ 5ാമത്തെ ചാപ്റ്റർ വായിച്ചു നോക്കണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഏതൊക്കെ ശ്ലോകങ്ങൾ വേണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ ഒന്ന് സഹായിച്ചു തരാം, ഒന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്. ഇനി മേടലഗ്നം. മേടം കാലപുരുഷന്റെ ആദ്യത്തെ രാശി. അവിടത്തിന്റെ അടയാളം ആടാണ്. അവിടുത്തെ സിമ്പൽ ശരീരത്തിന്റെ തലയെ സൂചിപ്പിക്കുന്നു. അശ്വതി, ഭരണി, കാർത്തികയുടെ 1ാം പാദം, ഇത്രയാണ് അവിടുത്തെ നക്ഷത്രം. ചൊവ്വയുടെ മൂലത്രികോണ രാശി. സൂര്യന് ഉച്ചം, ശനിക്ക് നീചം. ചരരാശി, മൃഗരാശി, ചതുഷ്പാദ് രാശി. ഇതൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ നേരത്തെ പഠിച്ചത് തന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കാലപുരുഷന്റെ ആദ്യത്തെ രാശി. ആദ്യത്തെ രാശി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ തലയെ സൂചിപ്പിക്കുന്നു. ഇവിടുത്തെ അടയാളം ആടാണ്. ആടാണ് അടയാളം. അടയാളം അറിഞ്ഞിരിക്കണം. മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ 1ാം പാദം. ചൊവ്വയുടെ മൂലത്രികോണ രാശി. സൂര്യന് ഉച്ചം, ശനിക്ക് നീചം. പിന്നെ ചരരാശിയാണ്, ക്ഷത്രിയ രാശിയാണ്, മൃഗരാശിയാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചരരാശി എന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവായിരിക്കും, സഞ്ചാരശീലമുള്ളവരായിരിക്കും. ക്ഷത്രിയ രാശി, ആഗ്നേയ രാശി എന്ന് വെച്ചാൽ അഗ്നി തത്വം, ഭയങ്കര തീക്ഷ്ണതയായിരിക്കും. അപ്പോൾ ഇത്രയാണ് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. മേടം മൃഗരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം, ഇടവം, ചിങ്ങം. മേടം, ഇടവം, ചിങ്ങം. പിന്നെ ധനുവിന്റെ 2ാം പാദം, മകരത്തിന്റെ 1ാം പാദം. ഇത്രയും മൃഗരാശികൾ. മിഥുനം, കന്നി, തുലാം, കുംഭം. മകരത്തിന്റെ 1ാം പകുതി, ഇല്ല, കുംഭത്തിന്റെ 1ാം പകുതിയും മനുഷ്യരാശികൾ. കർക്കടകം, മീനം, മകരത്തിന്റെ 2ാം പകുതി ജലരാശി. വൃശ്ചികം കീടരാശി. ഇങ്ങനെ രാശികളെ തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിലിമിനറിയിലൊക്കെ പഠിച്ചു പോയതാണ്. നമുക്കിപ്പോൾ ഓരോന്നോരോന്നാ പഠിക്കാം. മൃഗരാശി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിമ്പൽ എന്തെന്ന് നോക്കിയാൽ മതി, അപ്പോഴും മനസ്സിലാവും. അത് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം, മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. മേടത്തിന്റെ സിമ്പൽ എന്തോ? നാട് തന്നെ. മൃഗരാശി. ഇടവത്തിന് കാള, മൃഗരാശി. ചിങ്ങത്തിന് സിംഹം, മൃഗരാശി. ചിങ്ങത്തിന് സിംഹം, മൃഗരാശി. ഇനി ധനുവിന്റെ സിമ്പൽ എന്താണ്? തല മനുഷ്യന്റെ, ഉടല അമ്പവല്ലം.
അപ്പോൾ തല മനുഷ്യന്റെ, അപ്പോൾ ഒന്നാം പാദം തല എന്ന് പറയുമ്പോൾ ആദ്യത്തെ പകുതി മനുഷ്യരാശി, രണ്ടാമത്തെ പകുതി മൃഗരാശി. എന്തെളുപ്പമായി മനസ്സിലാക്കാൻ, എന്തെളുപ്പം. തലയാണ് ഒന്നാം പകുതി, രണ്ടാം പകുതി മൃഗം. അപ്പോൾ ധനുവിന്റെ ഒന്നാമത്തെ പകുതി മനുഷ്യരാശി, രണ്ടാമത്തെ പകുതി മൃഗരാശി. ഇനി മകരത്തിന് ആദ്യത്തെ തല എങ്ങനെ ഇരിക്കും? മാനല്ലേ? മാനിന്റെ മുകളിലുള്ള മുതല. മാനിന്റെ മുകളിലുള്ള മുതല. അപ്പോൾ തല മാന്, അപ്പോൾ ഒന്നാം പകുതി മൃഗരാശി, രണ്ടാം പകുതി മീന് ജലരാശി. എന്തെളുപ്പം. മീനം ജലരാശി, കർക്കടകൻ ജലരാശി, മീനം ജലരാശി, കർക്കടകൻ ജലരാശി, വൃശ്ചികം കീടരാശി, പിന്നെ മിഥുനം കന്നി. മിഥുനത്തിൽ ഒരു മനുഷ്യൻ, 2 മനുഷ്യരാണ്. കന്നിയിൽ ഒരു മനുഷ്യനുണ്ട്, തുലാത്തിൽ ഒരു മനുഷ്യനുണ്ട്, കുംഭത്തിൽ ഒരു മനുഷ്യനുണ്ട്. ഇതൊക്കെ മനുഷ്യരാശി. ഇതിനൊക്കെ മനുഷ്യരാശി എടുത്താൽ മതി. എളുപ്പം. രാശിയുടെ സ്വരൂപം മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ എളുപ്പത്തിൽ മനസ്സിലാക്കും. ഒരു ഫോർമുലയും വേണ്ട, ഒരു ശ്ലോകവും വേണ്ട. സാറേ, ഈ ജലരാശിയും മൃഗരാശിയും ഒക്കെ പ്രശ്നത്തിന്റെ ഇത് പറയുന്നതിൽ എങ്ങനെയാ ബന്ധപ്പെടുന്നത്? മാന്നി, കർക്കടകത്തിൽ മാന്നി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രേതം ജലത്തിൽ വീഴുന്ന മരിച്ച പ്രേതം എന്ന് പറയും. എക്സാമ്പിൾ മനസ്സിലായി. മേടത്തിൽ മാന്നി നിന്നാൽ ചിലപ്പോ മരിച്ച അടക്കം കഴിച്ചിരിക്കുന്നത് ഒരു മൃഗമായിരിക്കാം, ആടോ കാളയോ പോത്തോ ആയിരിക്കാം എന്ന് പറയാം. മനുഷ്യനാവാൻ വഴിയില്ല എന്ന് പറയാം. നമ്മൾ പറയുമ്പോൾ മാന്നി നിൽക്കുകയാണ്, മാന്നി പ്രേതം, ഒരു പ്രേതബന്ധമുണ്ട്, ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അടക്കം കഴിച്ചിട്ടുള്ളത് മൃഗമായിരുന്നാലും മതി. ഇങ്ങനെയൊക്കെ ആവശ്യം വരും. മനസ്സിലായി. താങ്ക് യു. കുംഭത്തില് മിഥുനത്തിലാണ് മാന്തി നിൽക്കുന്നെങ്കിൽ മനുഷ്യരാശി. മിഥുനത്തിന്റെ സിമ്പൽ എന്താണ്? 2 യുവ മിഥുനങ്ങൾ, ശരിയല്ലേ? അവിടെ മാന്തി നിന്നാൽ പ്രേമ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്ത പെമ്പിള്ളരും ആമ്പിള്ളരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കറക്റ്റായിരിക്കും. കറക്റ്റാ വരും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് ലോജിക്കുകളുണ്ട്. അതിലേക്കാണ് ഇതൊക്കെ പഠിപ്പിച്ചു വിടുന്നത്. ഇതൊക്കെ പറഞ്ഞു തരുന്നത് ആവശ്യമില്ലാത്ത ഒന്നും പറയൂല, ആവശ്യമുള്ളത് മാത്രമേ പറയുള്ളൂ. അത് കറക്റ്റാ പഠിച്ചുകൊണ്ടാൽ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. കൊണ്ട് കണക്ട് ചെയ്യുന്നിടത്താണ് ഇരിക്കുന്നത് അത്രയും. ഇനി അപ്പോൾ ഇത്രയും ഒന്ന് എഴുതാം. ഇത്രയും എഴുതിയിട്ട് അടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചായി പോകും. മേടം രാശി നന്നാ പഠിക്കണം. മേടം കാലപുരുഷന്റെ ആദ്യ രാശിയാണ്. ശരീരത്തിന്റെ തലയെ സൂചിപ്പിക്കുന്നു. ഇവിടത്തെ അടയാളം ആട്. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം ചേർന്നതാണ് ഇവിടത്തെ നക്ഷത്രം. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം, ഇത്രയുമാണ് നക്ഷത്രം. ചൊവ്വയുടെ മൂലത്രികോണ രാശി. സൂര്യന് ഉച്ചം, ശനിക്ക് നീചം.
സൂര്യൻ ഉച്ചം, ശനിക്ക് നീചം. ചരരാശി സഞ്ചാരശീലരും ചുറുചുറുക്കുള്ളവരുമായിരിക്കും. സഞ്ചാരശീലരും ചുറുചുറുക്കുള്ളവരുമായിരിക്കും. ആഗ്നേയ രാശി ആഗ്നേയ രാശി പുരുഷരാശി പുരുഷരാശി ക്ഷത്രിയ രാശി. ഇത്രയും കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നത്? ആഗ്നേയ രാശി അഗ്നി തത്വമാണ്. ക്ഷത്രിയ രാശി യുദ്ധകൊതിയന്മാർ, സാമർഥ്യമുള്ളവർ, ആഗ്നേയ രാശി. പുരുഷരാശി പുരുഷ തത്വം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആജ്ഞാപിക്കുക, അധികാരം കാണിക്കുക, പുരുഷ തത്വം. ചരരാശി നല്ല ആക്റ്റീവായിരിക്കുന്നവർ. ഇതൊക്കെ നോക്കുമ്പോൾ ഈ രാശി എങ്ങനത്തെ രാശിയായിരിക്കും? നല്ല സമർത്ഥരായ ആൾക്കാരായിരിക്കും. ഒന്ന് ചരരാശി, ചുറുചുറുക്കും സഞ്ചാരശീലരും. രണ്ട് ആഗ്നേയ രാശി, അഗ്നി തത്വം, നല്ല ജ്വലിച്ചുകൊണ്ട് നിൽക്കും, നല്ല തീഷ്ണതയുള്ളവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോന്ന്? ക്ഷത്രിയ രാശി. ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ അറിയാം, കയ്യൊക്കെ ഉള്ളവനാണ്, കായിക ശേഷിയുള്ളവൻ. ചരരാശി ഇങ്ങനെ. പുരുഷരാശി പുരുഷ തത്വമുള്ളവൻ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് രാശിക്ക്. ഇനി ശ്രദ്ധിക്കുക, ഘോരയില് ഈ രാശിക്കാര് വെള്ളത്തിനെ പായിക്കുന്ന രാശിക്കാരാണ്. ആടല്ലേ സിമ്പിള്. അത് നമുക്ക് ഇന്ന് വരും, നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഘോരയില് 16-ൽ 1-ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ പഠിക്കുന്നതാണ്. മേടത്തിനെ കുറിച്ച് പറയുന്നത് 16-ൽ 1. അപ്പോൾ മേട ലഗ്നക്കാർക്കും മേടം രാശിക്കാർക്കും ഒരേ ഫലം തന്നെയാണ് നമ്മൾ പഠിക്കാറുള്ളത്. മേട ലഗ്നത്തിനും ഈ ഫലം പറയാം, മേടം രാശിക്കും ഈ ഫലം പറയാം. വൃത്ത അധാമ്രതൃ കുഷ്ണശാഖ ലഘുപു ക്ഷിപ്രപ്രസാദോ അടനാഹ കാമി ദുർബലജാനൂരസ്ഥിരധന ശൂരോ അങ്കനാവല്ലഭ സേവാജ്ഞ കുനഹി പ്രണാങ്കിതചിര മാനി സഹോദാഗ്രജ ശക്ത്യാ പാണിതലേ അങ്കിതോ അതിചപല സ്തോയേ ച പീരുപ്രിയേ. വൃത്ത അധാമ്രതൃക്. ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ്. വൃത്തം എന്ന് വെച്ചാൽ വട്ടക്കണ്ണ്. വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്താകാരമായ കണ്ണുകൾ, നല്ല ഉണ്ട കണ്ണായിരിക്കും. താമ്രദൃക്ക്, താമ്ര നിറമുള്ള കണ്ണ് എന്ന് പറഞ്ഞാൽ കലങ്ങിയ കണ്ണെന്നർത്ഥം. കലങ്ങിയ കണ്ണെന്ന് പറയുന്നത് ദേഷ്യത്തിന്റെ സ്വഭാവമാണ്. കലങ്ങിയ കണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് ദേഷ്യത്തിന്റെ സ്വഭാവം. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ചൊവ്വയെക്കുറിച്ച് പഠിച്ചപ്പോഴേ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ചൊവ്വയുടെ അപരനാമം എന്തെന്നാണ് പഠിച്ചത്? ഒന്ന് നോക്കിയിട്ട് പറയണം. ചൊവ്വയുടെ അപരനാമം എല്ലാം നോട്ട് എഴുതി ഒറ്റ നോട്ടിലുണ്ടാവണം. എല്ലാം എവിടെയായിട്ട് എഴുതരുത്. ക്രൂരദൃക്ക്, വക്ര ആരൻ, വക്രൻ, ക്രൂരദൃക്ക്. ക്രൂരദൃക്ക് എന്ന് പറഞ്ഞാൽ തുറിച്ചുള്ള നോട്ടം എന്ന് പറഞ്ഞു തന്നു. പിന്നെ വേറെ അതിന് കുറച്ച് എക്സ്പ്ലനേഷൻസ് കാര്യമായിട്ട് പറഞ്ഞു തന്നു. കോപിഷ്ഠൻ എന്ന് പറഞ്ഞു തന്നു. തടസ്സം സൃഷ്ടിക്കുന്നവൻ എന്ന് പറഞ്ഞു തന്നു. ചുവന്ന കണ്ണുകളുള്ളവൻ എന്ന് പറഞ്ഞു. സാഹസികൻ എന്ന് പറഞ്ഞു. ക്രൂരദൃക്ക് എന്ന് പറഞ്ഞാൽ കോപിഷ്ഠൻ, കോപം. നമുക്ക് കണ്ണ് കലങ്ങുന്ന എപ്പോഴാണ്? ദേഷ്യം വരുമ്പോൾ. ദേഷ്യത്തിന്റെ സ്വഭാവമാണ്. ചുവന്ന കണ്ണുകളുള്ളവനാണ്, ദേഷ്യത്തിന്റെ സ്വഭാവം. ഇതൊക്കെയാണ് ചൊവ്വയുടെ ക്രൂരദൃക്ക്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ചൊവ്വയുടെ സ്വഭാവമാണ് വൃത്ത അധാമ്രതൃ ഉഷ്ണശാഖാമ്രത. വൃത്താകാരമായ കണ്ണ്, കലങ്ങിയ കണ്ണ്, ദേഷ്യ സ്വഭാവമുള്ളവൻ, ദേഷ്യക്കാരൻ, കോപിഷ്ഠൻ എന്നുള്ള അർത്ഥമൊക്കെ എടുത്തോളാം. ചൊവ്വയെ സംബന്ധിച്ച് നമ്മുടെ ചൊവ്വയുടെ ജോലികളെ പറയുമ്പോൾ പോലീസ്, മിലിറ്ററി, സെക്യൂരിറ്റി ഒക്കെയാണ് ചൊവ്വയുടെ ജോലി പറയുന്നത്. പോലീസുകാർ, മിലിറ്ററിക്കാരൊക്കെ എങ്ങനെ ഇരിക്കും? മനസാക്ഷി, മനുഷ്യത്വം കാണിച്ചാൽ പറ്റുമോ അവർക്ക്?
പറ്റത്തില്ല. അവിടെ ദേഷ്യത്തിന്റെ സ്വഭാവം ഉള്ളവരായിരിക്കും. അപ്പോൾ വൃത്താകാരമായ കണ്ണുകളുള്ളവരും ദേഷ്യ സ്വഭാവമുള്ളവരും കലങ്ങിയ കണ്ണുകളുള്ളവരും പിന്നെ വേറെ കോപിഷ്ഠരും ആയിരിക്കും. ഉഷ്ണശാഖ ലഘുപുക്ക്. ഉഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള ആഹാരങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. ഈ ആടിന് നമ്മൾ വെള്ളം കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ടുവച്ച് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഞ്ഞിയിലുള്ള വെള്ളമൊക്കെ കൊടുക്കാറുണ്ട്. കഞ്ഞിവെള്ളം ചെറിയ ചൂടോട് കൊടുക്കാറുണ്ട്. ആട് വളർത്തുന്നവരാരെയും ഉണ്ടോ? വളർത്തി പരിചയമുള്ളവരുണ്ടോ? ഇല്ല. ചൂടുള്ള ആഹാരവും പച്ചക്കറി, കീര, ഇലക്കറിയിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ഈ ആടിനെ സംബന്ധിച്ച് നമുക്കറിയാം, തൊട്ടാൽവാടി, പ്ലാവല, മാവിൻ്റെ ഇല, ഇങ്ങനെയുള്ള ഇലകളൊക്കെ കുറച്ചെന്തെങ്കിലും നമ്മൾ കൊണ്ട് കെട്ടി വെച്ചു കൊടുക്കും. അതിനെ കടിച്ചു പറിച്ച് തിന്നുകൊണ്ട് നിൽക്കും. പശുവോ പോത്തോ കാളയോ ഒക്കെ ആണെങ്കിൽ എന്താണ്, ഒരു വണ്ടിക്കുള്ള ഭക്ഷണം കഴിച്ചാലേ അവർക്ക് തികയുള്ളൂ. ആടിന് അതൊന്നും വേണ്ട. കുറച്ച് ആഹാരം കഴിക്കുന്നത് നന്നായിരിക്കണം. പച്ചക്കറി, ചീര, ഇലക്കറികൾ, പിന്നെ മുരിങ്ങ ഇലക്കറി, ഇതൊക്കെ ആയിരിക്കും അവർ കഴിക്കുന്നത് കൂടുതലും. ഈ മേട ലഗ്നക്കാർക്ക് പച്ചക്കറി വിഭവത്തിലും ഈ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വലിയ താല്പര്യം ഉണ്ടാവും. അതാണ് അങ്ങനെ ഉഷ്ണശാഖ ലഘുപുക്ക് ലഘുവായ ആഹാരങ്ങൾ കഴിക്കുന്നവരും ചൂടുള്ള ആഹാരത്തിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ഇതൊക്കെ ആടിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ വൃത്താകാരമായതും കലങ്ങിയതും ഉള്ള കണ്ണുകളുള്ളവരും ദേഷ്യ സ്വഭാവക്കാരും പിന്നെ എന്തോന്ന് കോപിഷ്ഠരുമായ പ്രകൃതക്കാരായിരിക്കും. ഒരു പോയിന്റ്. ചൂടുള്ളതും ആഹാരവും പച്ചക്കറി, ഇലക്കറി, കീര വർഗങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ക്ഷിപ്രപ്രസാദോ, പെട്ടെന്ന് പ്രസാദിക്കുന്നവരായിരിക്കും. പെട്ടെന്ന് പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് അറ്റൻഡ് ചെയ്യും. ഒരു നല്ലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഏർപ്പാട് ചെയ്യുക, പെട്ടെന്ന് പ്രസാദിക്കുക. ക്ഷിപ്രപ്രസാദോ. ഈ ക്ഷിപ്രപ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസാദിക്കുക. നമ്മളൊരു പ്രശ്നം വയ്ക്കുമ്പോൾ 4-ാം ഭാവം മേടൻ രാശിയായിട്ട് വന്നാൽ എന്ത് പറയാം? അവിടുത്തെ പരദേവതയെ പറയാം. 4-ാം ഭാവം കൊണ്ടാണ് പരദേവതയെ ചിന്തിക്കാറുള്ളത്. അറിഞ്ഞുകൂടെങ്കിൽ ഇപ്പോൾ പഠിക്കുക. നമ്മളൊന്നും പഠിച്ചില്ല, ഞാൻ നേരത്തെ മുൻകൂട്ടി പറയുന്നു. ഒരു കുടുംബ പ്രശ്നത്തിൽ 4-ാം ഭാവം കൊണ്ട് പരദേവതയെ ചിന്തിക്കുക, അവിടുത്തെ ദേവത. അപ്പോൾ 4-ാം ഭാവം മേടൻ രാശിയായി വന്നാൽ മേടൻ രാശി കൊണ്ടാണ് പരദേവതയെ ചിന്തിക്കേണ്ടത്. പരദേവത എങ്ങനെയായിരിക്കും? അവിടുത്തെ പരദേവത നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടുണ്ട്. ക്ഷിപ്രപ്രസാദി, പെട്ടെന്ന് പ്രസാദിക്കുന്ന, നമ്മുടെ അനുഗ്രഹിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു എന്ന് പറയണം. ഇതൊക്കെ നമ്മൾ എങ്ങനെ വളച്ചൊടിക്കാം എന്നുള്ളതാണ്. ക്ഷിപ്രപ്രസാദിയായ ദേവി അല്ലെങ്കിൽ ദേവനാണ് നമ്മളെ അനുഗ്രഹിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അതാണ് പറഞ്ഞ 4-ാം ഭാവം കൊണ്ടാണ് പരദേവതയെ ചിന്തിക്കുന്നത്. ആ പരദേവതയുടെ സ്വഭാവം എങ്ങനെയാണ്, ഏതാണ് രൂപം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, നിങ്ങളുടെ ദേവി ഭദ്രയാണ്, അല്ലെങ്കിൽ ദുർഗയാണ്, ഭദ്രയാണ്, അല്ലെങ്കിൽ മുരുകനാണ്. അത് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയേ ഉള്ളൂ. ദേവന് നിങ്ങളുടെ അടുത്ത് സ്നേഹമാണ്. ക്ഷിപ്രപ്രസാദിയായ ദേവനാണ് അല്ലെങ്കിൽ ദേവിയാണെന്ന് പറയാം. ക്ഷിപ്രപ്രസാദോ. അടന, സഞ്ചാരശീലം, നല്ല നേരത്തെ പറഞ്ഞല്ലോ, ചരരാശി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സഞ്ചാരശീലം ഉള്ളവരായിരിക്കും. സഞ്ചാരശീലം ഉള്ള അടന, സഞ്ചാരശീലം, അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത് കാമി, കാമം ജനിപ്പിക്കുന്നവർ. അതങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? കാമം ജനിപ്പിക്കുന്നവർ, കാമത്തിന്റെ സ്വഭാവം ഉണ്ടാവും. കാമം ഏത് ഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 7-ാം ഭാവം. 7-ാം ഭാവം. മേടത്തിന്റെ 7-ാം ഭാവം ഏത് രാശി?
തുലാം രാശി ശുക്രന്റെ ഉച്ചരാശി. ശുക്രന്റെ രാശി. ശുക്രൻ കാമഗ്രഹം, കാമത്തിന്റെ സ്വഭാവമുള്ള ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കാമത്തിന്റെ ഭാവം 7, കാമത്തിന്റെ ഗ്രഹം ശുക്രൻ. 7ാം ഭാവം ശുക്രന്റെ രാശി ആയതുകൊണ്ടായിരിക്കാം കാമി എന്ന് പറഞ്ഞത്. അല്ല, ചൊവ്വയ്ക്കും സെക്സ്വാലിറ്റിയുടെ ഒരു സ്വഭാവം ചൊവ്വയ്ക്കും ഉണ്ട്. ചൊവ്വ ഭയങ്കര സെക്സ്വാലിറ്റിയുടെ ആളാണ്. അങ്ങനെയും ഉണ്ട്, അങ്ങനെയും പറയാം. കാമി. ദുർബല ജാനു, അത് ഭംഗിയാ പഠിക്കണം. ദുർബല ജാനു, മുട്ടിന് ബലക്കുറവ്. ദുർബല ജാനു, മുട്ടിന് ബലക്കുറവ് എന്ന് പറയേണ്ട കാര്യം എന്താണ്? എങ്ങനെ? ചെറിയ കാലുകൾ ആടിനെ പോലെ. ദുർബല ജാനു എന്നാണ് പറയുന്നത്, മുട്ടിന് ബലക്കുറവെന്നാണ്. ദുർബലം. ഭാവാധിപൻ അവിടെ നീചം, ശരിക്ക് നീചം. വ്യക്തമായിട്ട് പറയണം. ഭാവാധിപൻ എന്ന് പറഞ്ഞത് ആരെയാണ്? 9ഉം 10ഉം ഭാവാധി ഉണ്ടല്ലോ. അല്ല, 10ഉം 11ഉം. ശനി. കാരകൻ ശനിക്ക് നീചം. അത് തന്നെ കാര്യം. അതായത് ചൊവ്വയെ കൊണ്ട് തലയെ ചിന്തിക്കുക എന്നാണ്. ശുക്രനെ കൊണ്ട് മുഖം, 2ാം രാശി ശുക്രന്റെ. ബുധനെ കൊണ്ട് കയ്യും തോളുകളും കഴുത്തും. ചന്ദ്രൻ ഹൃദയം. ഹൃദയത്തിന് ചന്ദ്രനാണ് കൊടുത്തേക്കുന്നത്, നോക്കിക്കൊള്ളണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വയറും ഉദരഭാഗം സൂര്യന്. കാലിന്റെ തൊട വ്യാഴത്തിന്. കാൽമുട്ട് ശനിക്ക്. കാൽപാദം രാഹുവിന്. അപ്പോൾ കാൽമുട്ട് ശനിക്ക് കൊടുക്കുമ്പോൾ ഈ മേടം ശനിയുമായിട്ട് എന്താണ് ബന്ധം? ബലമില്ല. അപ്പോൾ മുട്ടിന് ബലമില്ല. ശനിയുടെ അവയവം മുട്ട്. മേടത്തിൽ ശനിക്ക് ബലമില്ലാത്തതുകൊണ്ട് മുട്ടിന് ബലമില്ല എന്ന് പറഞ്ഞു. അത്ര തന്നെ. അതേ ഉള്ളൂ. അതിൽ എടുക്കുമ്പോൾ എങ്ങനെ മുട്ടിന് ബലമില്ലെന്ന് മാത്രമല്ല എടുക്കണം. മുട്ടിന് താഴോട്ടുള്ള ഭാഗവും വണ്ണം കുറവായിരിക്കും, ബലക്കുറവുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇവര് കാണുമ്പോൾ ഈ മേടൻ രാശിക്കാർ ഒത്ത മേടൻ രാശിയാണെങ്കിൽ നല്ല നെഞ്ചു വിരിവും വലിയ വയറുമായിരിക്കും, കാല് ബലം കുറഞ്ഞായിരിക്കും, തേമ്പിയ കാലായിരിക്കും. ശരിയാ സാർ, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് കാലില് ചെറുതാണ്, 6 സൈസാ ചെരുപ്പാ നീ ഉപയോഗിക്കുന്നത്. പക്ഷെ നല്ല വണ്ണമാണ് എനിക്ക്. വണ്ണം അത് തന്നെ പറഞ്ഞു. അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പഠിക്കുന്നത് ഇങ്ങനെ പഠിക്കും, ചിന്തിക്കേണ്ടത് ഈ രീതിയിൽ. അങ്ങനെയാണ്. അങ്ങനെ പഠിച്ചാലേ ഉപയോഗമുള്ളൂ. കാൽമുട്ടും കാലിന് താഴോട്ടുള്ള ഭാഗവും കാല് ബലം കുറഞ്ഞത് അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞോ ബലം കുറഞ്ഞോ കമ്പയർഡ് ടു ചെസ്റ്റ് ആൻഡ് സ്റ്റൊമക്ക്. നെഞ്ചും വയറും വളരെ വലുതും വിരിഞ്ഞതുമായിരിക്കും. കാലും കാൽമുട്ടുകളും ബലം കുറഞ്ഞ് വണ്ണം കുറഞ്ഞതായിരിക്കും. ഈ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉടമ്പറ ഇത് മേടത്തിൻ്റെ ആളുകളാണ്. നിങ്ങൾ അശ്വതിയോ ഭരണിയോ മറ്റാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറയുകയും ചെയ്യും. അതാണ് ദുർബല ജാനു എന്ന് പറഞ്ഞാൽ അർത്ഥം. കണ്ടോ, ചോരയിൽ പറയുന്നതിൻ്റെ അർത്ഥം പോണ പോക്ക് കണ്ടോ? ഒരു വാക്കാണ്, അതിനെ മനസ്സിലാക്കാൻ എന്തുമാത്രം പാടുപെടണം. അടുത്ത് പറയുന്നു അസ്ഥിരധന. ധനം അസ്ഥിരം. അസ്ഥിരം എന്ന് വെച്ചാൽ ധനം ഇല്ല എന്നല്ല പറയുന്നത്. അസ്ഥിരം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിൽക്കൂല. അപ്പോൾ കാശ് ഉണ്ടാക്കും, കയ്യിൽ നിൽക്കൂല എന്നല്ലേ പറയുന്നേ. അസ്ഥിരധനം എന്ന് വെച്ചാൽ അതല്ലേ അർത്ഥം? അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? ഒരു കാരണമില്ലാതെ ആചാര്യൻ ഒരു കാര്യവും പറയില്ല. വരവിന് അതീതമായ ചിലവായിരിക്കും. അതെന്തുകൊണ്ടെന്നാണ് ചോദ്യം. അതല്ല, നമ്മളെ ഗ്രഹനിലയരെ അകത്ത് നിന്നും കൊണ്ട് ജ്യോതിഷപരമായിട്ട് പറയണം. ധനം ചിന്തിക്കുന്ന എത്രാം ഭാവം കൊണ്ട്?
2ഉം 11ഉം. ആ. രണ്ടാം ഭാവവതിക്ക് ഉച്ചം വരുന്നത് എവിടെ? രണ്ടാം ഭാവതിക്ക് ഉച്ചം വരുന്നത് ഇടവത്തിൽ. രണ്ടാം ഭാവവതി ശുക്രനല്ലേ? ഇടവല്ലേ? ഇടവം ശുക്രനല്ലേ? അതെ. അതിന് ഉച്ചം വരുന്നത് എത്രാം ഭാവത്തില്? ഓ, അത് 12. അപ്പോൾ ഉച്ചം രണ്ടാം ഭാവതിക്ക് ഏറ്റവും ബലം കൂടുന്ന 12 വ്യയസ്ഥാനം. അപ്പോൾ വരും പോവും, വ്യയം ചെയ്യും, കയ്യിൽ നിൽക്കില്ല. 11ാം ഭാവപതിക്ക് ലഗ്നത്തിലുള്ള ബന്ധം എന്താണ്? നീചമാണ്. രണ്ടാം ഭാവപതി ഉച്ചം ഭവിക്കുന്ന 12-ല്, 11ാം ഭാവപതിക്ക് ലഗ്നത്തിൽ നീചം. അപ്പോഴ അസ്ഥിരധന എന്ന് പറഞ്ഞാൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ? ധനം ഇല്ല എന്ന് പറഞ്ഞില്ല, കയ്യിൽ നിൽക്കൂല, ആർക്കെങ്കിലും കൊടുക്കുക, സഹായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും. അസ്ഥിരധന. ചൊവ്വയുടെ രാശി നമ്മൾ പറഞ്ഞല്ല, ആഗ്നേയ രാശി എന്ന് പറഞ്ഞു. ശൂരത്വം, ഭയങ്കര തീഷ്ണത, ശൂരത്വം ഉണ്ടാവും. അത് തന്നെ കാശൂര. പെണ്ണുങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. പെണ്ണുങ്ങളെ അങ്ങോട്ട് പോയി ഇഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞത്, സ്ത്രീകൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമായിരിക്കും. അത് ഇതൊക്കെ തന്നെ കാര്യം. ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല തീഷ്ണത ഉള്ള ആളാണ്, നല്ല ചുറുചുറുക്ക്, നമ്മൾ പഠിച്ച ചില പോയിന്റുകളെല്ലാം കേട്ടല്ലോ. അപ്പോഴും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടും. അതും പോയിട്ട് 7ാം ഭാവം ശുക്രന്റെ രാശി, അത് തന്നെ വീണ്ടും വരുന്നത്. 7ാം ഭാവം ശുക്രന്റെ രാശിയാകുമ്പോൾ 7ാം ഭാവം കൊണ്ടാണ് നമ്മൾ ഈ സ്ത്രീ വിഷയങ്ങളൊക്കെ ചിന്തിക്കുന്നത്. വിവാഹ വിഷയങ്ങളും ഇണകളുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ഇണകളുമായിട്ട്, പുരുഷനെങ്കിൽ സ്ത്രീ, സ്ത്രീയെങ്കിൽ പുരുഷൻ, ഇണകൾ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നമ്മൾ 7 കൊണ്ട് ചിന്തിക്കുന്നത്. 7 ശുക്രന്റെ രാശി. അത് തന്നെ അങ്ങനാവല്ല. അപ്പൊ അങ്ങനമാർക്ക് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർക്ക് വലിയ ഇഷ്ടമായിരിക്കും, പുരുഷനാണെങ്കിൽ സ്ത്രീയൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. സേവാജ്ഞ, അന്യർക്ക് സേവ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. അത് വന്നിട്ട് അതിന്റെ കാര്യം എന്താണ്? അന്യർക്ക് സേവ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. അതിന്റെ റീസൺ എന്താണ്? ശനി നീചനായുണ്ടോ സാർ? ഉച്ചം ഭവിക്കുന്നത് എവിടെ? ചൊവ്വയുടെ, മേടത്തിന്റെ അധിപതി ചൊവ്വയ്ക്ക് ഉച്ചം വരുന്നത് എത്രാം ഭാവത്തില്? ഉച്ചം വരുന്നത് ശനി ക്ഷേത്രത്തില് 10ാം ഭാവം. മകരം എത്രാം ഭാവം? 10ാം ഭാവം. അത് മേടത്തിന്റെ അധിപതിയായ ചൊവ്വ ഉച്ചം ഭവിക്കുന്നത് കർമ്മസ്ഥാനത്ത്. അപ്പോൾ കർമ്മം, സേവാജ്ഞ, ആർക്കും എന്ത് കർമ്മവും എന്ത് സേവയും ചെയ്യാൻ സന്നദ്ധരും. ശനി ഭൃത്യന്റേതല്ലേ സാർ? ശനി ഭൃത്യന്റെ ആളാണ്, ഭൃത്യന്റെ രാശിയാണ്. 10ാം ഭാവം ഭൃത്യന്റെ രാശിയാണ്. ഒരു ഭൃത്യനെ പോലെ ഉള്ള സേവ ചെയ്യാൻ തയ്യാറായിരിക്കും. അതൊരു പോയിന്റാണ്. നിങ്ങൾ പറഞ്ഞതൊരു പോയിന്റാണ്. ഭൃത്യന്റെ രാശിയാണ്. ഭൃത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് എന്ത് സേവയും ചെയ്യാൻ സന്നദ്ധനുള്ളവനാണ് ഭൃത്യൻ. എങ്ങനെ? സേനാപതിയും കൂടെ അല്ലേ? സേനാപതിയാണ്. 10ലാണ് ഉച്ചം വരുന്നത്. സേവയുടെ കാലത്ത് സേനാപതിയാണ്. അതുകൊണ്ടാണ് സേവാജ്ഞ. കുനഹി, അടുത്ത് പറയുന്നു കുനഹി. കുനഹി എന്ന് വെച്ചാൽ നഖരോഗം, കുഴി നഖം അല്ലെങ്കിൽ നഖരോഗം. ആടിന്റെ നഖം കണ്ടിട്ടുണ്ടോ? ആദ്യം ആടിനെ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇന്നത്തെ കാലം അങ്ങനെ, കാലങ്ങൾ അങ്ങനെ ആയിപ്പോയി. ഇനി കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിൽ രാജാവിനെ കാണണമെങ്കിൽ അക്ബർ, ഹുമയൂൺ, പിന്നെ ഔറംഗസീബ്, അശോകൻ, കനിഷ്കനൊക്കെ പറയണമെങ്കിൽ പടത്തിൽ കാണിച്ചു കൊടുക്കും. ഇതാണ് രാജാവ്, ഇതാണ് രാജാവിൻ്റെ കിരീടം, ഇതാണ് രാജാവിൻ്റെ വാള്, ഇതാണ് പരിച എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇതാണ് ആടെന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും, പടത്തിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ്. ആടിന് കുഴി നഖം, ആടിന്റെ നഖത്തിന്റെ സ്വരൂപമാണ് കുനഹി എന്ന് പറഞ്ഞത്. അടുത്ത് വൃണാങ്കിത ശിര.
തലയിൽ വ്രണത്തിന്റെ ഒരു അടയാളം ഉണ്ടാവും. വ്രണം ഉണ്ടാകുന്നില്ല, വ്രണത്തിന്റെ ഒരു അടയാളം. തലയെ പിടിക്കേണ്ട കാര്യം മേടം സൂചിപ്പിക്കുന്ന തലയുടെ ഭാഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് തലയിൽ അടയാളം ഉണ്ടാകും എന്ന് പറയുന്നത്. ഇനി ഇടവം പറയുമ്പോഴും മുഖത്ത് അടയാളം ഉണ്ടെന്ന് പറയും. ചിങ്ങം പറയുമ്പോഴും വയറിന് കുഴപ്പം പറയും. ഇങ്ങനെ ആ അവയവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയും. കാലപുരുഷന്റെ ഏത് അവയവമാണ് ആ അവയവത്തിൽ ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു കാര്യം പറയും. ഇത് വ്രണാങ്കിത ശിര, അങ്കിത എന്ന് വെച്ചാൽ അടയാളം. വ്രണം വന്നിട്ടുള്ളതിന്റെ ഒരു അടയാളം തലയിലുണ്ടാകും. അത് മേടം തലയെ സൂചിപ്പിക്കുന്ന രാശിയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വ്രണാങ്കിത ശിരോ മാനി, മാന്യത, നല്ല മാനിയായിരിക്കും, മാന്യത കീപ്പ് ചെയ്യുന്ന ആളായിരിക്കും. അതെന്തിനങ്ങനെ? അത് നല്ല സൂര്യ മാന്യ, ഉച്ചത്തിലാണ്, സൂര്യ ഉച്ചത്തിലാണല്ലോ അവിടെ. സൂര്യൻ ഉച്ചത്തിലാണ്. സൂര്യൻ ഉച്ചം, മാന്യത. സൂര്യനെ സംബന്ധിച്ച് നമ്മൾ ചിങ്ങൻ രാശിയിൽ എന്താണ് പഠിച്ചത്? സൂര്യനെ സംബന്ധിച്ച് ചിങ്ങൻ രാശിയിൽ എന്താണ് പഠിച്ചത്? സുഗർവ്, ആത്മാഭിമാനത്തിന്റെ ഗ്രഹമാണ് സൂര്യൻ. സുഗർവ്, നല്ല ഗർവ് എന്ന് വെച്ചാൽ ആത്മാഭിമാനം, ആത്മാഭിമാനത്തിന്റെ ഗ്രഹമാണ് സൂര്യൻ. അതിന് അവിടെ ഉച്ചമായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സൂര്യനെ ഇനി വിളിച്ചില്ലെന്നല്ല, സുഗർവിതമന എന്നാണ് പഠിച്ചത്. ഇവിടെ മാനി എന്ന് പറയേണ്ട കാര്യം അതാണ്. വാക്കിനെ മാറ്റുന്നു, വാക്കിനെ മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. മാനി എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉച്ചം. സൂര്യൻ എന്തോന്ന്, ആത്മാഭിമാനത്തിന്റെ ഗ്രഹമാണ് സൂര്യൻ. ആ സൂര്യൻ ഉച്ചമായതുകൊണ്ടാണ് മാനി എന്ന് പറഞ്ഞത്. സഹോദാഗ്രജ, സഹോദരങ്ങളിൽ അഗ്രജനായിരിക്കും. അഗ്രജൻ എന്ന് വെച്ചാൽ മൂത്ത ആളെന്നല്ലേ അർത്ഥം? അതെ, അതിന് ചാൻസ് ഇല്ല. സഹോദരങ്ങളിൽ പ്രാതിനിധ്യമുള്ള ആളായിരിക്കും എന്ന് പറയുന്നതാണ് സൗകര്യം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മേടൻ രാശിക്കാർ കുടുംബത്തിലെ മൂത്ത ആള് തന്നെ വരണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. എൻ്റെ കുടുംബത്തില് എൻ്റെ അനിയൻ മേടൻ രാശി, മേടലഗ്നം. എൻ്റെ വൈഫിന്റെ കുടുംബത്തില് അനിയത്തിയാണ് മേടൻ രാശി, മേടൻ രാശി. പക്ഷെ കുടുംബത്തില് അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യമുള്ള വ്യക്തി അയാളായിരിക്കും എന്ന് പറയുന്നതാണ് ശരി. കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കുടുംബത്തിന്റെ അഭിപ്രായങ്ങൾ ആരായുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രാതിനിധ്യം അവിടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് ഉചിതം. അല്ലാതെ മുതിർന്ന ആള്, മൂത്ത ആളെന്ന് പറയുന്നതിൽ അങ്ങനെ ആയിരിക്കും ആചാര്യൻ ഉദ്ദേശിച്ചത്. സഹോദാഗ്രജ, കാരണം ചൊവ്വ സഹോദരകാരകൻ, ചൊവ്വയുടെ രാശി, അതുകൊണ്ടായിരിക്കാം. സഹോദാഗ്രജ, സഹോദരങ്ങളിൽ പ്രാധാന്യമുള്ള വ്യക്തിയും അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയുമായിരിക്കും സഹോദാഗ്രജ. ശക്തിപാണിതലേ അങ്കിത, കയ്യില് ശക്തിരേഖ എന്ന് പറഞ്ഞൊരു രേഖ ഉണ്ടാവും എന്ന് പറയുന്നു. നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ശക്തിരേഖ, ഇനി കൈരേഖ ശാസ്ത്രം അറിയാവുന്നവർക്കേ പറ്റുള്ളൂ. ശക്തിരേഖ എന്ന് പറഞ്ഞൊരു രേഖ കയ്യിൽ ഉണ്ടാകാൻ ഇടവരും. ശക്തിരേഖ എന്ന് പറഞ്ഞൊരു രേഖ കയ്യിൽ ഉണ്ടാകാൻ ഇടവരും. ചപലത എന്ന് വെച്ചാൽ എന്താണ്? ചപലത, ചപലത എന്ന് വെച്ചാൽ ആലോചിക്കാതെ പറയുക, നടക്കാത്ത കാര്യം പറയുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ചപലത എന്ന് പറയുന്നത്. ആലോചിക്കാതെ പറയുക, ചപലത. നമ്മൾ നേരത്തെ ചൊവ്വയെ കുറിച്ച് പഠിച്ചു. ചൊവ്വയുടെ സ്വഭാവം ആലോചിക്കാതെ പറയുക, നടക്കാത്ത കാര്യം പറയുക, പിന്നെ വേറെ എന്ത് പറയാം, സന്തോഷത്തിലും സന്താപത്തിലും ഒരു വികാരവും ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം ചപലതയിൽ വരും. ചപലത വെച്ചാൽ ആലോചിക്കാതെ, മുൻപിന്നെ ആലോചിക്കാതെ എടുത്തു ചാടുക, നടക്കാത്ത കാര്യം പറയുക, അത് ചപലത. ഇവരെ സംബന്ധിച്ച് ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞിരുന്നാലും അവർ ആലോചിക്കുമില്ല, അതിനെ തിരുത്താനും അവർ തയ്യാറല്ല. എന്ത് വേണമെങ്കിലും വിളിച്ചു പോകും. പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവരതിനെ തിരുത്തുമില്ല. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു അബദ്ധം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആവർത്തിക്കാതെ നോക്കുക. അതാ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു പ്രകൃതം ഉണ്ടാവും ചൊവ്വയുടെ സ്വഭാവം. തോയേ ച ഭീരു,
അതാണ് ആദ്യം ചോദിച്ചാൽ. ജലത്തിങ്കൽ ഭീരുവായിരിക്കും. അത് ആടിൻ്റെ സ്വഭാവം. ആടിന് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയാണ്. ജലത്തിങ്കൽ ഭീരു എന്ന് പറഞ്ഞാൽ അർത്ഥം ജലത്തിങ്കൽ ഭീരു എന്ന് മാത്രമല്ല, ജലവുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങൾ നടക്കാനും ചാൻസ് വരും. വെള്ളത്തിൽ അവർ ഇറങ്ങുന്നതൊക്കെ ചിലപ്പം ജലത്തിൽ വീഴുന്ന വെള്ളം കുടിക്കാനും അല്ലെങ്കിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങൾ, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ നടക്കാനും ഇടവരാം. കുടുംബക്ഷേത്രത്തിൽ ആണെങ്കിൽ നാലാം ഭാവമായിട്ട് വന്നാൽ എങ്ങനെ പറയും? ദേവന്റെ കാര്യം പറയുമ്പോൾ മേടൻ രാശി നാലാം ഭാവമായിട്ട് വന്നാൽ എങ്ങനെ പറയാം? ഇങ്ങനെ ജലത്തിങ്കൽ പേടി, ജലം കാണുമ്പോൾ പേടി എന്ന് പറയൂ. കുളത്തിൽ എന്തെങ്കിലും സംഭവിച്ചാണ് സാർ? അമ്പലക്കുളത്തിലോ ജലാശയങ്ങളിലോ അല്ലോ മലിനജലം കെട്ടിക്കിടക്കുന്നു എന്ന് പറയാം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണെന്ന് പറയാം. ശ്രീകോവിലിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു എന്ന് പറയാം. മലിനജലം അങ്ങനെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെയും പറയാം, അമ്പലക്കുളത്തിൽ കുഴപ്പമുണ്ടെന്നും പറയാം. അതിന് അമ്പലക്കുളമൊക്കെ പറയണമെങ്കിൽ ശുക്രനെ കൂടി പിടിക്കണം. ജലാശയമൊക്കെ ശുക്രന്റെ കാരകത്വമാണ്. ജലാശയം, ജലഭൂതം, അല്ലെങ്കിൽ പഞ്ചമക സൂത്രങ്ങളില് പൃഥ്വിസൂത്രം, അതായത് പൃഥ്വിസൂത്രം, ജലസൂത്രം ശുക്രൻ്റെതാണ്. ശുക്രൻ ക്ഷീണനായിരിക്കുകയും രോഗസൂത്രമോ മൃത്യുസൂത്രമോ വരികയും ചെയ്താൽ ജലാശയങ്ങൾക്ക് കുഴപ്പമുണ്ടാവും എന്ന് പറയും. ദേവപ്രശ്നത്തിൽ വരുന്നത്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ സാർ? ഇപ്പൊ സാറ് പറഞ്ഞ ഇപ്പം ലഗ്നം ഇപ്പം മേടമാണ്, ഇപ്പം മറ്റേ രാശിയാണ് കർക്കിടകത്തിനാണെങ്കിൽ രണ്ടും കോൺട്രഡിക്റ്റിങ് ആവത്തില്ലേ സാർ? ഒന്ന് ജലരാശി, മറ്റേത് ജലത്തില്, അങ്ങനെ പ്രശ്നം വരുന്നില്ല സാർ? അതെങ്ങനെയാണ്? വരുമ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, രണ്ട് രാശിയിലും ബലമുള്ളത് ആർക്കാണ് ബലമുള്ളത് അവർക്കത് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് മറ്റതിന് പ്രാധാന്യം കുറയും. അതൊക്കെ തന്നെ ബുദ്ധിമുട്ട്. ഇപ്പോൾ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നു അല്ലെങ്കിൽ നോക്കുന്നു എന്ന് കരുതുക, എങ്കിൽ മേടത്തിന് പ്രാധാന്യം കൂടും. രാശിക്ക് പ്രാധാന്യം കൂടണമെങ്കിൽ ആ രാശിയുടെ അധിപൻ അവിടെ നിൽക്കുകയോ നോക്കുകയോ ചെയ്യണം, അല്ലെങ്കിൽ ബലമായിട്ട് കേന്ദ്രത്തിൽ വരണം. ഇപ്പോൾ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നു അല്ലെങ്കിൽ നോക്കുന്നു എന്ന് കരുതുക. കർക്കിടക ലഗ്നം ചന്ദ്രന് നീചം അല്ലെങ്കിൽ പക്ഷബലം ഇല്ലെങ്കിൽ കർക്കിടകത്തിന്റെ സ്വഭാവം വളരെ കുറയും. രണ്ടും പറയേണ്ടി വരും, രണ്ടിന്റെ സ്വഭാവവും പറയേണ്ടി വരും. അതിൽ ബലം ഏത് കൂടുതലാണോ അതിന് ബലം കൂട്ടി പറയേണ്ടി വരും, അതിന് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് പറയേണ്ടി വരും. അത് നമുക്ക് എക്സാമ്പിൾ ഇടുമ്പോൾ നോക്കാം. അതുപോലെ ഈ സേവാജ്ഞ എന്ന് പറഞ്ഞത് ദേവന്റെ കാര്യത്തിൽ എങ്ങനെ പറയാം? സേവ ചെയ്യാൻ ദേവൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ വല്ലഭ എന്ന് പറഞ്ഞത് എങ്ങനെ പറയാം? അങ്ങനെ വല്ലഭ മഹാദേവനാണ് പാർവതി സമേതനായിട്ട് നിൽക്കുക എന്ന് പറയണം. അങ്ങനെ വല്ലഭ വെച്ചാൽ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടെന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ സ്ത്രീ ഭക്തജനങ്ങൾ അവിടെ കൂടുതലാണെന്ന് പറയാം. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുഗ്രഹാശംസകൾ കൂടുതൽ ഉണ്ടാകുന്നോ, സ്ത്രീകളോട് ദേവന് ഇഷ്ടമുണ്ടെന്നോ, അല്ലെങ്കിൽ സ്ത്രീ ഭക്തജനങ്ങൾ അവിടെ കൂടുതലെന്നോ ഒക്കെ പറയാം. അവരെ ആരാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ നേട്ടം ഉണ്ടാകും എന്നെല്ലാം പറയാം. ഇതൊന്ന് എഴുതാമോ? ഒന്ന് ആലോചിച്ച് എഴുതാമോ? മനസ്സിലാക്കി എഴുതണം. മനസ്സിലാക്കി എഴുതാമോ എന്ന് ചോദിച്ചു. എഴുതാം സാർ. ഹോര 16 സൈഡിലിട്ടോളണം. വൃത്ത
താമ്രദൃക്. ഓ, ചെറിയ ബുക്ക് കയ്യിലുണ്ടോ? കോരയുടെ ബുക്ക് കയ്യിലുണ്ടോ? ഇല്ല സാർ. അതൊന്ന് വാങ്ങണം. വൃത്ത താമ്രദൃക്. വൃത്താകാരമായതും ഇളം ചുവപ്പ് അല്ലെങ്കിൽ കലങ്ങിയ കണ്ണുകളുള്ളവരുമായിരിക്കും. ഇളം ചുവപ്പ് അല്ലെങ്കിൽ കലങ്ങിയ കണ്ണുകളുള്ളവരായിരിക്കും. അതായത് ദേഷ്യ സ്വഭാവമുള്ളവരും കോപിഷ്ഠരും ആകാൻ സാധ്യത. അടുത്ത ലൈനിൽ ഉഷ്ണശാഖ ലഘുഭുക്. ഉഷ്ണശാഖ ലഘുഭുക്. ചൂടുള്ള ആകാരങ്ങളിലും പച്ചക്കറി, ചീര എന്നാ കീര എന്നാ പറയുന്നത്. നമ്മളെ തെക്കൻ കേരളത്തോട്ട് കീര എന്ന് പറയും. തെക്കൻ കേരളമല്ല, തെക്കൻ തിരുവിതാംകൂർ. ചീര കൂടുതൽ തമിഴ് പറയുന്നത്. ഇവിടെ ചീരയാ. ചീര തമിഴ് വാക്കാണ്, തമിഴുമായിട്ട് ബന്ധമാണ്. ചീര, പച്ചക്കറി, ചീര തുടങ്ങിയ ഭക്ഷണങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. ആട് ലഘുഭക്ഷണം കഴിക്കുന്ന മൃഗമാണ്. അത് ബ്രാക്കറ്റിലിട്ടുണ്ടാകും. ആട് ലഘുഭക്ഷണം കഴിക്കുന്ന മൃഗമാണ്. അടുത്ത ക്ഷിപ്രപ്രസാദോ. പെട്ടെന്ന് പ്രസാദിക്കുന്ന സ്വഭാവക്കാരാണ്. താഴെ എഴുതിക്കൊള്ളണം. ഒരു കുടുംബ പ്രശ്നത്തിൽ, ഇതൊക്കെ വായിച്ചു വെച്ചോളണം. ഒരു കുടുംബ പ്രശ്നത്തിൽ മേടം 4-ാം ഭാവമായി വന്നാൽ, അവിടുത്തെ ദേവൻ അല്ലെങ്കിൽ ദേവി പെട്ടെന്ന് പ്രസാദിക്കും എന്ന് പറയണം.
നാലാം ഭാവം കൊണ്ടാണ് പരദേവതയെ ചിന്തിക്കുന്നത്. നാലാം ഭാവം കൊണ്ടാണ് പരദേവതയെ ചിന്തിക്കുന്നത്. അടുത്ത ലൈനിൽ അടന. അടന സഞ്ചാരശീലം ഉള്ളവരാണ്. സഞ്ചാരശീലം ഉള്ളവരാണ്. ഇത് മേടം ചരരാശിയായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മേടം ചരരാശിയായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സാറേ എനിക്ക് ഒരു ഡൗട്ടേ. ഈ ലഗ്നാൽ 4 ഈ പരദേവതയെ ചിന്തിക്കുമ്പോൾ ആ 4-ാം ഭാവത്തില് നിൽക്കുന്നതിനെയാണോ ആ ഭാവത്തെ കൊണ്ടാണ് സാറ് ചിന്തിക്കുന്നത്? രണ്ടും എടുക്കാം. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം എടുക്കാം, 4-ാം ഭാവപതിയെ എടുക്കാം, 4-ാം ഭാവത്തിന് എടുക്കാം. എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാണ് പറയേണ്ടത്. ഇതെല്ലാം എടുക്കാം. അങ്ങനെ തന്നെ ആൾക്കാർ പറയുന്നു. അപ്പോഴേ ഞാൻ ഒന്നുകൂടെ ഈ ചില 4-ാം ഭാവത്തില് ഇപ്പം 4ഉം 5ഉം ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന ഇതൊക്കെ വരണുണ്ട് ചില ജാതകങ്ങളില്. അങ്ങനെ ജാതകമല്ല പ്രശ്നം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രസൻസ് അവിടെ ഉണ്ടാവും എന്നർത്ഥം. ഈ ഗ്രഹനിലയില് ജാതകമല്ല, ഗ്രഹനിലയിൽ നോക്കുമ്പോഴേ ജാതകത്തിൽ പറയാൻ പാടില്ല. ജാതകത്തിൽ 4-ാം ഭാവം കൊണ്ടൊന്നും പറയാൻ പാടില്ല. അല്ല പറയാം അതിന് രൂപങ്ങളുണ്ട്. പ്രശ്നത്തിലാണ് സാധാരണ നമ്മൾ അങ്ങനെ പറയാറുള്ളത്. പ്രശ്നത്തിൽ ഇപ്പം മേടം മകരം 4-ാം ഭാവമായിട്ട് വന്നാല്, മകരം ലഗ്നമായിട്ട് വന്നാല്, വേണമെങ്കിൽ അതിന്റെ രസം വേണമെങ്കിൽ പറഞ്ഞുതരാം. മകരം ലഗ്നമായിട്ട് വന്നാൽ 4-ാം ഭാവം മേടം. അപ്പോൾ മേടം ചൊവ്വയുടെ രാശി. ചൊവ്വയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. ആ ചൊവ്വ എവിടെ നിൽക്കണം നോക്കണം. 4-ാം ഭാവതിയായ ചൊവ്വയെ കൊണ്ട് നമുക്ക് ഭദ്രയെ പറയാം, സുബ്രഹ്മണ്യനെ പറയാം. ഇനി ഈ നമുക്ക് കിട്ടിയ ലഗ്നം അല്ലെങ്കിൽ ആരുടെ മകരമല്ലേ? മകരം കിട്ടിയാലല്ലേ ഇത് പറയും. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഈ 4-ാം ഭാവാധിപനായ ചൊവ്വയ്ക്ക് ലഗ്നത്തിലുള്ള ബന്ധം എന്താണ്? ഉച്ചം. അപ്പോൾ ഫുൾ പവർ എന്നർത്ഥം. പരദേവത ഫുൾ പവറുള്ള ദേവതയാണെന്നർത്ഥം. 4-ാം ഭാവാധിപനായ ചൊവ്വയ്ക്ക്, അതായത് പരദേവതയെ സൂചിപ്പിക്കുന്ന ചൊവ്വയ്ക്ക് ലഗ്നത്തിലെ ഉച്ച അവകാശമാണ്. നിസാരമല്ല. അപ്പോൾ വളരെ പ്രബലമായിരിക്കും ആ ദേവൻ. ഇങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. ഇടയിൽ കൂടി കയറി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഒരു പോയിന്റ് കിട്ടിയാൽ അതിനെ അങ്ങനെ പഠിച്ചു വയ്ക്കുക. പഠിച്ചു വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇതുപോലെ ബാക്കി എല്ലായിടത്തും എടുക്കാം, എല്ലാ രാശിക്കും എടുക്കാം. ക്ഷിപ്രപ്രസാദ ആടന സഞ്ചാരശീലം. അടുത്ത കാമി. കാമം ജനിപ്പിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. കാമം ജനിപ്പിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. ഏഴാം ഭാവം കൊണ്ടാണ് കാമ സംബന്ധമായ വിഷയങ്ങളെ ചിന്തിക്കുന്നത്. സ്പീഡ് എഴുതണം, സമയം പോയി. കാമ വിഷയങ്ങളെ ചിന്തിക്കുന്നത്. കാമഗ്രഹം ശുക്രൻ.
കാമഗ്രഹം ശുക്രൻ. ഏഴാം ഭാവപതി ശുക്രനായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഏഴാം ഭാവപതി ശുക്രനായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അടുത്ത ലൈനിൽ ദുർബല ജാനു. ദുർബല ജാനു, മുട്ടിന് ബലക്കുറവുണ്ടാകും. മുട്ടിന് ബലക്കുറവുണ്ടാകും. വയറും നെഞ്ചും നല്ല വിരിവുള്ളതും. വയറും നെഞ്ചും നല്ല വിരിവുള്ളതും. കാലും കാൽമുട്ടും വണ്ണം കുറഞ്ഞതും ആയിരിക്കാൻ സാധ്യത. കാലും കാൽമുട്ടും വണ്ണം കുറഞ്ഞതായിരിക്കാൻ സാധ്യത. അടുത്ത ലൈനിൽ അസ്ഥിരധന. ധനം സ്ഥിരമായി കയ്യിൽ നിൽക്കുകയില്ല. ധനം സ്ഥിരമായി കയ്യിൽ നിൽക്കുകയില്ല. രണ്ടും 11 കൊണ്ടാണ് ധനത്തെ ചിന്തിക്കുന്നത്. 2ഉം 11 ഭാവങ്ങൾ കൊണ്ടാണ് ധനത്തെ ചിന്തിക്കുന്നത്. രണ്ടാം ഭാവപതി ശുക്രൻ ഉച്ചം വരുന്നത് 12-ലാണ്. രണ്ടാം ഭാവപതി ശുക്രൻ ഉച്ചം വരുന്നത് 12-ലാണ്. അതായത് വ്യയസ്ഥാനത്ത്. രണ്ടാം ഭാവപതി ശുക്രൻ ഉച്ചം വരുന്നത് 12-ലാണ്. അതായത് വ്യയസ്ഥാനത്ത്. പതിനൊന്നാം ഭാവതി ശനിക്ക് ലഗ്നത്തിൽ നീചം. 11-ാം ഭാവതി ശനിക്ക് ലഗ്നത്തിൽ നീചം. അടുത്ത ലൈനിൽ ശൂരോ അങ്ങനാ വല്ലഭ. ശൂരോ അങ്ങനാ വല്ലഭ. ശൂരത്വവും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടവനുമായിരിക്കും. ശൂരത്വവും സ്ത്രീകൾക്ക് ഒരു ബ്രാക്കറ്റ് എടുത്ത് പുരുഷന്മാർക്ക്. സ്ത്രീയെങ്കിൽ പുരുഷൻ, പുരുഷനെങ്കിൽ സ്ത്രീ. സ്ത്രീകൾക്ക് ബ്രാക്കറ്റിലെ പുരുഷന്മാർക്ക് ഇഷ്ടപ്പെട്ടവനുമായിരിക്കും. അത് നമ്മൾ നേരത്തെ എഴുതി. 7-ാം ഭാവത്തിനെ പറ്റി എഴുതി. അടുത്ത ലൈനിൽ സേവാജ്ഞ. അന്യർക്ക് സേവ ചെയ്യാൻ സമർത്ഥനായിരിക്കും. അന്യർക്ക് സേവ ചെയ്യാൻ സമർത്ഥനായിരിക്കും. അന്യർക്ക് സേവ ചെയ്യാൻ സമർത്ഥനായിരിക്കും. ചൊവ്വ ഉച്ചം ഭവിക്കുന്നത് കർമ്മസ്ഥാനമായ മകരൻ രാശിയിലാണ്. ചൊവ്വ ഉച്ചം ഭവിക്കുന്നത്
കർമ്മസ്ഥാനമായ മകരൻ രാശിയിലാണ്. കൂടാതെ മകരൻ രാശി വൃത്യന്റെ രാശിയായ വൃത്യന്റെ കാരകത്വമുള്ള ശനിയുടെ രാശിയുമാണ്. കൂടാതെ മകരൻ രാശി വൃത്യന്റെ കാരകത്വമുള്ള ശനിയുടെ രാശിയുമാണ്. ശനിയുടെ രാശിയുമാണ്. അടുത്ത കുനഹി. കുനഹി കുഴിനഖം അല്ലെങ്കിൽ നഖരോഗമുള്ളവരായിരിക്കും. കുഴിനഖം അല്ലെങ്കിൽ നഖരോഗമുള്ളവരായിരിക്കും. ആടിന്റെ നഖം അങ്ങനെയാണ്. ആടിന്റെ നഖം അങ്ങനെയാണ്. അടുത്ത വ്രണാങ്കിത ശിര. വ്രണാങ്കിത ശിര വ്രണാങ്കിത ശിര തലയിൽ വ്രണം കൊണ്ടുള്ള ഒരു അടയാളമുണ്ടാകാൻ ഇടവരും. തലയിൽ വ്രണം കൊണ്ടുള്ള ഒരു അടയാളമുണ്ടാകാൻ ഇടവരും. മേടം തലയെ സൂചിപ്പിക്കുന്ന രാശിയാണ്. മേടം തലയെ സൂചിപ്പിക്കുന്ന രാശിയാണ്. അടുത്ത മാനി. മാനിയായിരിക്കും കഴിയാൻ. മാനിയായിരിക്കും. സൂര്യന് ഉച്ചം വന്ന രാശിയാണ്. സൂര്യന് ഉച്ചം വന്ന രാശിയാണ്. അതായത് ആത്മാഭിമാനത്തിന്റെ ഗ്രഹമാണ് സൂര്യൻ. ആത്മാഭിമാനത്തിന്റെ ഗ്രഹമാണ് സൂര്യൻ. അടുത്ത സഹോദാഗ്രജ. സഹോദാഗ്രജ സഹോദരങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യമുള്ള വ്യക്തിയായിരിക്കും. സഹോദരങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യമുള്ള വ്യക്തിയായിരിക്കും. സഹോദരങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യമുള്ള വ്യക്തിയായിരിക്കും. അടുത്ത ലൈനില് ശക്ത്യ പാണിതലേ അങ്കിതോ. ശക്ത്യ പാണിതലേ അങ്കിതോ. കയ്യിൽ ശക്തിരേഖ എന്നൊരു രേഖ ഉണ്ടായിരിക്കും. കയ്യിൽ ശക്തിരേഖ എന്നൊരു രേഖ ഉണ്ടായിരിക്കും. അടുത്ത അതിചപല. അതിചപല
ആലോചിക്കാതെ സംസാരിക്കുക, നടക്കാത്ത കാര്യം പറയുക, ആലോചിക്കാതെ സംസാരിക്കുക, നടക്കാത്ത കാര്യം പറയുക, എല്ലാ കാര്യങ്ങളിലും ചഞ്ചലത ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളിലും ചഞ്ചലത ഉണ്ടാവുക. അടുത്ത തോയേ ച ഭീരു. തോയേ ച ഭീരു. ച തോയേ ച ഭീരു. ജലത്തിൽ ഇറങ്ങാനും ഭയമുള്ളവരും, ജലത്തിലിറങ്ങാൻ ഭയമുള്ളവരും, ജലാശയ സംബന്ധമായ അപകടങ്ങൾ വരാൻ സാധ്യതയുള്ളവരുമാണ്. ജലാശയ സംബന്ധമായ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളവരുമാണ്. ശരി, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മാഡം തീർന്നു. അടുത്ത ക്ലാസ്സിൽ വൃശ്ചികം പഠിക്കാം. ഹലോ, കേൾക്കുന്നു സാർ. ഓക്കെ സാർ. അടുത്ത ക്ലാസ്സിൽ ശുക്രനെ പറ്റിയില്ലേ സാർ? ശുക്രനല്ല, അടുത്ത ക്ലാസ്സിൽ വൃശ്ചികം പഠിക്കണം. ശരി. ശരി, ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വായിക്കണം, നന്നായിട്ട് വായിക്കണം. വായിച്ചില്ലെങ്കിൽ പിന്നെ മറന്നു പോകും. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. സാർ താങ്ക് യു. താങ്ക് യു.